गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गुरुराध्यां शिवलिंगार्य मध्यमां बोधानंद संसरन्तीं अस्मदाचार्यपर्यन्तां शिष्यसङ्घान्वितां शुभां गुरुचैतन्यसमन्वितां दिव्यां ज्ञानप्रवाहिनीं वन्दे तां चेतनां पुनः। हंसाभ्यां परिवृत्तपत्रकमले दिव्ये जगत्कारणं विश्वोत्कीर्णमनेकदेहनिलयं स्वच्छन्दमानन्दगम् आद्यन्दैकमखण्डचिद्घनरसं पूर्णं ह्यनन्तं शुभं प्रत्यक्षाक्षरविग्रहं गुरुपदं ध्यायेत् विभुं शाश्वतम्। ओम श्रीनारायण परमगुरवे नमः। ഓം ശ്രീ ശാരദാംബായേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗുരുവിന്റെ ശിഷ്യോത്തമനായ ദിവ്യശ്രീ ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ രചിച്ച മഹാമന്ത്രങ്ങളായ ഗുരുപുഷ്പാഞ്ജലി സ്തോത്രമാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളിലെ രണ്ടാമത്തെ മന്ത്രം ഓം സംസാരതാപ ശമനായ നമഃ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ മന്ത്രമായ ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്നുള്ളതിന്റെ താത്പര്യത്തെ മനസ്സിലാക്കി. അനന്തരം രണ്ടാമത്തെ മന്ത്രം സംസാര താപത്തെ ശമിപ്പിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് മന്ത്ര താത്പര്യം. ഈ മന്ത്രത്തിന്റെ നിർവചനത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സംസാരസ്യ താപഃ സംസാരതാപം, സംസാരത്തിന്റെ താപമാണ് സംസാരതാപം. സംസാരതാപ ശമയതി ഇത് സംസാരതാപ ശമനഃ. സംസാരതാപത്തെ ശമിപ്പിക്കുന്നയാളെ എന്ന് പറയുന്നത് സംസാരതാപ ശമനൻ എന്ന് പറയും. അപ്പൊ സംസാരത്തിന്റെ താപം സംസാരതാപം എന്നറിയപ്പെടുന്നു. പ്രസ്തുത താപത്തെ ശമിപ്പിക്കുന്നയാൾ സംസാരതാപ ശമനൻ. സംസാരം എന്നുള്ള വാക്ക് നമുക്കെല്ലാം പരിചിതമാണ്. സൃ എന്നുള്ളൊരു അടിസ്ഥാന ധാതുണ്ട്, അതിൽ നിന്നാണ് സംസാരം എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. സൃ ഗതൗ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ടു ഫ്ലോ, ടു ഗോ, സഞ്ചരിക്കുക അഥവാ ഒഴുകുക അല്ലെങ്കിൽ ഒഴുകുക എന്നീ അർത്ഥങ്ങളിലെല്ലാം സൃ ഗതൗ ധാതു പ്രയോഗിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്ന പദമായതുകൊണ്ട് സംസാരത്തിന് ഒരു ഒഴുക്ക്, സഞ്ചാരം ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥമാണ് കിട്ടുന്നത്. സംസരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ സംഘാതത്തിന് ആചാര്യന്മാർ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇതിന്റെ ഈ പദത്തിന്റെ ലക്ഷണമായും അഥവാ അർത്ഥമായിട്ടും വരുന്ന ഒരു പദമാണ് സംഘാതം എന്നുള്ളത്. സംഘാതം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ കൂട്ടായ്മയാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതപ്രേത പിശാചുക്കളിലെ ഭൂതമല്ല, മറിച്ച് ആകാശാദി പഞ്ചഭൂതങ്ങൾ. ആ ഭൂതങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നു ഭൗതിക ലോകം എന്ന് പറയും. ഭൗതിക ലോകത്തിൽ തന്നെയാണ് സംസാരം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭൗതിക ലോകത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ വസ്തുവും എല്ലാ പദാർത്ഥങ്ങളും അത് ഏതെങ്കിലും ഒരു ഘടകം മാത്രം സ്വന്തമായി നിലനിന്ന് ഉണ്ടായതില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് പദാർത്ഥങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, ആ ഫോണിൽ ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്. അതിന്റെ ബാഹ്യമായി നമ്മൾ കാണുന്ന അതിന്റെ ഹാർഡ്വെയർ സിസ്റ്റം ഉണ്ട്. അതുപോലെ അതിന്റെ ഉള്ളിൽ നമ്മൾ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുടെ കൂടി ചേരലാണ് ഒരു ഫോൺ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ചൈതന്യവും ജഡവുമായിരിക്കുന്ന മീൻസ് ജീവന്തവും അതേപോലെ ജഡവുമായി കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും തന്നെ ഒരുപാട് ഘടകങ്ങളുടെ കൂടിച്ചേരലാണ്.
നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ശരീരവും പഞ്ചഭൂതങ്ങളുടെ ഒരു കൂടിച്ചേർച്ചയാണ്. അതേപോലെ നമ്മുടെ അന്തരിന്ദ്രിയങ്ങളായ മനസ്സ്, ബുദ്ധി, ഇതൊക്കെ അതും ഒരുപാട് ഘടകങ്ങളുടെ കൂടിച്ചേരിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. സംസാരത്തിന് സംഘാതം എന്നൊരു ലക്ഷണം പറയാറുണ്ട്. മീൻസ് കൂടിച്ചേരൽ. അപ്പൊ കൂടിച്ചേരൽ നടക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ അതിലേക്ക് ഒഴുകിയെത്തണം. ഒരു സ്ഥലത്തുള്ള ഘടകം മറ്റൊരു സ്ഥലത്തുള്ള ഘടകം, വേറൊരു സ്ഥലത്തുള്ള വേറൊരു ഘടകങ്ങൾ, ഇതെല്ലാം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് അവിടെ കൂടിച്ചേരും. അപ്പൊ അതൊരു സംഘാതമായിട്ട് മാറും. അപ്പൊ അവിടെ നമുക്കൊരു ഒരു ഒഴുകൽ, ഒരു പ്രവാഹത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ട് സംഘാതം എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിന്റെ ഒരു ലക്ഷണാർത്ഥമായിട്ട് മനസ്സിലാക്കാം. അടുത്തത് ജീവന പ്രവാഹമാണ്. ജീവന പ്രവാഹം എന്നുള്ളൊരു അർത്ഥം ആചാര്യന്മാർ പറയാറുണ്ട്. ജീവന പ്രവാഹം എന്ന് പറയുമ്പോൾ ജനന മരണങ്ങളിലൂടെയുള്ള ഒഴുക്ക്. നമ്മൾ നോക്കൂ, ഇപ്പൊ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, പുനർജന്മം എന്നുള്ളത് ഇല്ലാന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്നതല്ല. ആധ്യാത്മികമായ ദൃഷ്ടികോണിൽ പുനർജന്മം നിശ്ചയമായിട്ടുണ്ട്. ആധ്യാത്മികമല്ലാത്ത ദൃഷ്ടികോണിൽ പുനർജന്മവും ഇല്ല. പക്ഷെ ആത്മീയമായ കർമ്മ ചക്രത്തെ, കർമ്മഗതിയെ വിശ്വസിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുനർജന്മത്തെ മാനിക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിലാണെങ്കിൽ എത്രയോ കാലങ്ങളായി ജനിച്ചു മരിച്ചു, വീണ്ടും ജനിച്ചു മരിച്ചു, വീണ്ടും ജനിച്ചു മരിച്ചു, വീണ്ടും ജനിച്ചു മരിച്ചു, ഇപ്പോഴിവിടെ നമ്മൾ എത്തിച്ചേർന്നു. അപ്പൊ ജനന മരണങ്ങളുടെ ആ ഒരു പ്രവാഹം, ആ ഒരു സംസരണം, ആ ഒരു ഒഴുക്കിന് എന്ത് പറയാം, സംസാരമായിട്ട് പറയാം. സംസാരത്തിന് രണ്ടാമത്തെ ഒരു താല്പര്യമായിട്ട് ആചാര്യന്മാർ പറയുന്നു ജീവന പ്രവാഹമാണ് സംസാരം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നു വാസന ചക്രമാണ് സംസാരം. ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ടത് സംസാരത്തിന്റെ അടിസ്ഥാന അർത്ഥമായി ഒഴുകുക, മുന്നോട്ട് പോവുക, സഞ്ചരിക്കുക എന്നിൽ നിന്നാണ് ഈ പറയുന്ന പദങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. സംസാരം എന്ന് പറയുമ്പോൾ ഒരു ഒഴുകുന്ന ഒരു വസ്തു. അപ്പൊ എന്ത് ഒഴുകുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരുപാട് നിർവചനങ്ങൾക്ക് ഇടയാക്കിയത്, നിർവചനങ്ങളുടെ അർത്ഥത്തിനിടയാക്കിയത്. അതിൽ ജനന മരണങ്ങളുടെ ഒഴുക്ക് പറയുന്നു, ഭൂതങ്ങളുടെ ഒഴുക്ക് പറയുന്നു. അതേപോലെ ഒരു ഒഴുക്കാണ്, ഒരു പ്രവാഹമാണ് വാസനാ ചക്രം എന്നുള്ളത്. വാസനാ ചക്രം എന്ന് പറയുമ്പോൾ ഇച്ഛ, കർമ്മം, കർത്തൃത്വ ബോധം, സംസ്കാരം, വാസന, ഇതാണ് വാസനാ ചക്രം. നമ്മുടെ ഒരു ഇച്ഛയുണ്ടായി, ആഗ്രഹങ്ങളുണ്ടായി. ആ ആഗ്രഹങ്ങൾ ഉണ്ടായപ്പോൾ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി കർമ്മം ചെയ്യേണ്ടി വന്നു. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ നമ്മളിൽ കർത്തൃത്വ ബോധം ഉണ്ടാകും. ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നതെന്ന് ഉറച്ച ബോധ്യം ഉണ്ടാകും. ആ കർത്തൃത്വ ബോധം നമ്മളിൽ സംസ്കാരത്തെ ഉണ്ടാക്കും. സംസ്കാരം എന്ന് പറയുമ്പോൾ അവൻ നല്ല സംസ്കാരമുള്ള ആളാണ്, ആ സംസ്കാരമല്ല. മറിച്ച് ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബ്ലൂ പ്രിന്റ് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രവൃത്തികൾ ചെയ്ത് അവയുടെ സംസ്കാരം ഉള്ളിൽ രേഖപ്പെടുത്തി ആ സംസ്കാരം പിന്നെ പൊതുവായി ഒരു പേരിൽ അറിയപ്പെടുന്നു. ആ പേരാണ് വാസന എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇച്ഛകൾ ഉണ്ടായി, ഇച്ഛകളിൽ നിന്ന് കർമ്മം ഉണ്ടായി, ആ കർമ്മത്തിൽ നിന്ന് കർത്തൃത്വ ബോധമുണ്ടായി, അതിൽ നിന്ന് സംസ്കാരം ഉണ്ടായി, ആ സംസ്കാരത്തിന് വാസന ഉണ്ടായി. വാസന ഉണ്ടായാലോ ആ വാസനയ്ക്കനുസരിച്ച് വീണ്ടും ഇച്ഛയുണ്ടാകും, വീണ്ടും കർമ്മം ഉണ്ടാകുന്നു, വീണ്ടും കർത്തൃത്വ ബോധം ഉണ്ടാകുന്നു, വീണ്ടും സംസ്കാരം ഉണ്ടാകുന്നു, വീണ്ടും വാസന ഉണ്ടാകുന്നു, വീണ്ടും ഇച്ഛ, കർമ്മം, കർത്തൃത്വ ബോധം, സംസ്കാരം, വാസന, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രവാഹമാണ്. ആ വാസനാ ചക്രത്തിൽ നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കാം, സംസാരമായിട്ട് മനസ്സിലാക്കാം. ഇനി കർമ്മവൃത്തിയാണ് നാലാമതായി ആചാര്യന്മാര് സംസാര ശബ്ദത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷണാർത്ഥം കർമ്മവൃത്തിയാണ്. കർമ്മവൃത്തി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാകുന്ന പ്രവൃത്തി. ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കൂ. ജനിക്കുന്നു, വളരുന്നു, വിദ്യാഭ്യാസം നേടുന്നു, ജോലി സമ്പാദിക്കുന്നു, വിവാഹം കഴിക്കുന്നു, മറ്റൊരു കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നു, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങൾ വലുതാവുന്നു, അവർ വിവാഹം കഴിക്കുന്നു. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആ വ്യക്തി പ്രായമാകുന്നു, മരിച്ചു പോകുന്നു. ഈ ഒരു പ്രവൃത്തി നമുക്ക് എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളിലും കാണാൻ സാധിക്കും. സംഭവം അവരുടെ പ്രവൃത്തികൾ വ്യത്യസ്ത മേഖലകളാണെങ്കിൽ കൂടിയും പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചക്രത്തിലാണ് എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഈ ചക്രത്തിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുക. ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാവരുടെ പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ചക്രം. ഇതും ഒരു പ്രവാഹമാണ്, ഇതും ഒരു ഒഴുക്കാണ്. അതുകൊണ്ട് കർമ്മവൃത്തി, കർമ്മങ്ങളാകുന്ന പ്രവൃത്തികൾ, കർമ്മവൃത്തി എന്നുള്ളത് സംസാരം എന്നതിന്റെ ഒരു ലക്ഷണമായി, ഒരു ലക്ഷണാർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് സംസാരം എന്നുള്ളതിന്റെ ഒരു അർത്ഥമായി ആചാര്യന്മാർ പറയുന്നു ബന്ധമൂലം എന്ന് പറയും. നമ്മുടെ പ്രാചീനങ്ങളായ പല ഗ്രന്ഥങ്ങളിലും സംസാരം എന്ന ആ പദത്തിന്റെ സ്ഥാനത്ത് ബന്ധമൂലം എന്ന് കാണാൻ കഴിയും. ബന്ധമൂലം എന്ന് പറയുമ്പോൾ എല്ലാ ദുഃഖങ്ങളുടെയും
ഹേതു എന്ന് പറയുന്നത് ബന്ധമാണ്. നമ്മൾ പോലും അറിയാതെ അദൃശ്യങ്ങളായ ആയിരക്കണക്കിന് കയറുകൾ നമ്മെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ കൈകാലുകളിൽ ഒരറ്റം കെട്ടി മറ്റേ അറ്റം ഒരു സ്ഥലത്ത് ബന്ധിച്ചിട്ടുണ്ട്. ഒരു പശുവിനെ നമ്മൾ കഴുത്തിൽ ഒരു കയറ് കെട്ടുന്നു, ഒരു മരക്കുറ്റിയിൽ ഒരു മരത്തിൽ ആ കയറ് ബന്ധിക്കുന്നു. അവിടെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും. എന്ത് കാണാൻ സാധിക്കും? ആ പശുവിനെ ഇന്ന ഒരു മരക്കുറ്റിയിൽ ബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പശു ഇങ്ങനെ കറങ്ങി നടന്നാലും ആ ബന്ധിച്ച സ്ഥലത്ത് നിന്ന് അതിനധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ കയറിന്റെ നീളം എത്രയുണ്ടോ അത്ര ഇങ്ങനെ കറങ്ങി കിടക്കും. പക്ഷെ ആ അടിസ്ഥാന കേന്ദ്രത്തിൽ അത് എവിടെയാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കും. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നാം ബന്ധനസ്ഥനാണോ അല്ലയോ എന്ന്. നാം എവിടെയെങ്കിലും ഒന്നിനേക്ക് ചുറ്റിപ്പറ്റിയായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ആശ്രമത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു, ഏതെങ്കിലും ഒരു വീടിനെ ആളുകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഈ ചുറ്റിപ്പറ്റി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും കെട്ടിയ കയറിന്റെ ഒരു അറ്റം കെട്ടിയിരിക്കുന്നത് അവിടെയാണ്. ആ അറ്റത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ അനവധിയായ ആയിരക്കണക്കിന് കയറുകൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ ബന്ധിച്ചിരിക്കുന്നു. അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഇങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല, പറക്കാൻ സാധിക്കുന്നു, ഒന്നിനും സാധിക്കുന്നില്ല. അപ്പൊ ഇതാണ് എല്ലാ ദുഃഖത്തിന്റെ ഹേതു. ഇതിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ ദുഃഖങ്ങളുടെ മുഴുവൻ ഹേതു ഈ ബന്ധനമാണ്. അപ്പൊ ആ കയറ് എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? ഏതെങ്കിലും വീട്ടിലാണോ? നമ്മൾ കരുതും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിലാണ് ആ കയറിന്റെ അറ്റം കെട്ടിയിരിക്കുന്നത്. വീട്ടിലല്ല, ആ കയറ് മുഴുവൻ കെട്ടിയിരിക്കുന്നത് സംസാരത്തിലാണ്. സംസാരത്തിന് ഓരോരോ കോണുകളിലും ഓരോരോ മരക്കുറ്റികളിലും നമ്മൾ ആ കയറ് കെട്ടിയിരിക്കുന്നു. അപ്പൊ ആ കയറ് കെട്ടിയിരിക്കുന്ന അടിസ്ഥാന മരക്കുറ്റികൾ അഥവാ എല്ലാ ബന്ധങ്ങളുടെയും എല്ലാ ബന്ധനങ്ങളുടെയും അതിൽ നിന്ന് ഉത്പന്നമാകുന്ന ദുഃഖത്തിന്റെ അടിസ്ഥാന ഹേതു എന്ന് പറയുന്നത് ഈ സംസാരമാണ്. അതുകൊണ്ട് സംസാരത്തെ എന്ത് പറയുന്നു? സംസാരത്തെ ബന്ധമൂലമെന്ന് ആചാര്യന്മാർ പറയും. അടുത്തൊരു അർത്ഥമായിട്ട് പറയുന്നത് ഇന്ദ്രിയ വിലാസമാണ്. ഇന്ദ്രിയ വിലാസവും. സംസാരം എന്താണ്? സംസാരം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ എല്ലാവരും ഓടുന്നു. എല്ലാ മനുഷ്യരുടെയും ഓട്ടം എങ്ങോട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ദ്രിയ സുഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും എന്ന് മനുഷ്യരെ അർത്ഥം കൽപ്പിക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങളാണ്. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല പാർപ്പിടം ഉണ്ടാകണം, അതേപോലെ നല്ല ഒരു കുടുംബജീവിതം നയിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ സുഖതൃഷ്ണയാണ്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ സുഖതൃഷ്ണ മനുഷ്യന് എവിടുന്ന് ലഭിക്കും? മനുഷ്യന് ഏതെങ്കിലും വേറെ ഒരു അന്യത്ര ലോകത്തിൽ നിന്ന് ലഭിക്കും? ഇല്ല, നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ലോകത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തി ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക്, ഇന്ദ്രിയങ്ങളുടെ വിലാസത്തിനും ഇന്ദ്രിയങ്ങളുടെ ലീലകൾക്ക് ആധാരമായിരിക്കുന്ന ഈ പ്രദേശത്തെ എന്ത് പറയാം? സംസാരം എന്ന് പറയാം. ഈ സംസാരത്തിന് കുറച്ചുകൂടെ വേദാന്തപരമായ ഒരു അർത്ഥം ആചാര്യന്മാർ പറയുന്നു. സ്വപ്ന സൃഷ്ടിയാണ് സംസാരം. സ്വപ്ന സൃഷ്ടി. നമ്മൾ രാത്രി ഉറക്കത്തിൽ സ്വപ്നം കാണും, മനോഹരമായ ഒരു സ്വപ്നം. നമ്മള് വലിയൊരു കാട്ടിൽ അകപ്പെട്ടു, വഴി തെറ്റിങ്ങി അഴിഞ്ഞിരിഞ്ഞ് നടക്കാൻ പെട്ടെന്ന് ഒരു വലിയ കടുവ നമ്മൾ ആക്രമിച്ചു. കടുവ നമ്മുടെ ദേഹത്തേക്ക് ചാടുന്ന നേരം നമ്മൾ കണ്ണു തെളിഞ്ഞു, ഉറക്കം തെളിഞ്ഞു, നോക്കി ഒന്നുമില്ല, സ്വപ്നമാണ്, സമാധാനിച്ചു, സന്തോഷം. അപ്പൊ സ്വപ്നം കാണുന്ന അവസ്ഥയിൽ നമ്മൾ വലിയൊരു ലോകത്തെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലോകത്തിൽ വലിയ കാടുണ്ട്. ഒരു കാടെന്ന് പറയും ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ, വൻ വൃക്ഷങ്ങൾ വേണം, ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വേണം, നദികൾ വേണം, അത് വേണം, ജന്തുക്കൾ വേണം, എല്ലാം വേണം. അത്രയും ബൃഹത്തായ ഒരു സൃഷ്ടിയെ നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കി ആ സൃഷ്ടി ഒരു കഥാപാത്രമായി നമ്മളിൽ സഞ്ചരിച്ചു. അവസാനം നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ഒരു കടുവ, ഒരു ജീവി വന്ന് നമ്മൾ ഭയന്നു. ഇത്രയും കാര്യം നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ഉണർന്നു കഴിഞ്ഞപ്പോ എന്ത് മനസ്സിലായി? അയ്യോ, ഇതൊക്കെ വെറും മിഥ്യയാണല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ലോകമാണല്ലോ ഞാൻ കണ്ടത് എന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നല് വരും. പക്ഷെ സ്വപ്നം കാണുന്ന അവസ്ഥയിൽ ഒരു ബുദ്ധിമാൻ, ലോകത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാനാകട്ടെ, ഏറ്റവും വലിയ വിദ്വാനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, സ്വപ്നം കാണുന്ന അവസ്ഥയിൽ ആർക്കും ഇത് ഞാനിതാ സ്വപ്നമാണ് കാണുന്നത് എന്ന് അറിയാൻ സാധിക്കില്ല. അത് യാഥാർത്ഥ്യമായിട്ട് തന്നെ അനുഭവപ്പെടും. നമുക്ക് ഉണർന്നു കഴിഞ്ഞാലോ ആ യാഥാർത്ഥ്യം അയഥാർത്ഥമാണെന്ന് മനസ്സിലാവും. അതേപോലെ നമ്മളെ മുമ്പിൽ ഈ കാണുന്ന ഒരു സംസാരം സ്വപ്നവത് ആണെന്ന് ആചാര്യന്മാർ പറയും. എപ്പോഴാണ് അറിവിലേക്ക് നാം ഉണരുന്നത്? അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ, അറിവിലേക്ക് ഉണർന്ന് കണ്ണു തിരുമ്മി ഇന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്നുള്ള ബോധ്യം നമ്മളുണ്ടാകും. ഈ സംസാരം സ്വപ്ന സൃഷ്ടി എന്ന് പറഞ്ഞാൽ സ്വപ്ന സൃഷ്ടിക്ക് സമാനമാണ് എന്ന് പറയും. ഇനി അല്പം കൂടി ആഴത്തിലുള്ള ഒരു ലക്ഷണമാണ് സംസാരത്തിൻ്റെത്. ചേതന വ്യതികാര എന്ന് പറയും. ചേതന വ്യതികാര, ചേതനാ വ്യതികാര, അവ്യതികാരയല്ല വ്യതികാരം.
ചേതന വ്യതികാരം എന്ന് പറഞ്ഞാൽ ചേതന മീൻസ് ബോധമാണ്. ബോധം. ആ ബോധത്തിന്റെ ദൃശ്യരൂപത്തിലുള്ള പരിവർത്തനമാണ് ഈ സംസാരം എന്ന് ആചാര്യന്മാർ പറയും. ബോധത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകും, കോൺഷ്യസിന് ഒരു പരിവർത്തനം ഉണ്ടാവില്ല. അപ്പൊ സൃഷ്ടിജാലമായി കാണപ്പെടുന്നതൊക്കെ ദൈവമേ നീ തന്നെയാണെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിജാലം എന്ന് പറഞ്ഞാൽ ഈ സംസാരം തന്നെ, സൃഷ്ടി സംസാരം തന്നെ, നീയല്ലോ സൃഷ്ടിജാലം. സൃഷ്ടിജാലവുമായി കാണപ്പെടുന്ന ബോധമാണ്. ബോധം സംസാര രൂപത്തിൽ പരിവർത്തനപ്പെട്ട് കാണും. അവിടെ പരിവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ബോധത്തിൽ യാതൊരു പരിവർത്തനവും സംഭവിക്കുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി ഈ സംസാരമായിട്ട് നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്നത് ആ ബോധശക്തി തന്നെയാണ്. അതുകൊണ്ട് ചേതന വ്യതികാര എന്നൊരു സാങ്കേതിക പദം ആചാര്യന്മാർ പറയുന്നു. സംസാരം എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ ദൃശ്യരൂപത്തിലുള്ള പരിവർത്തനമാണ്. ദൃശ്യരൂപം മീൻസ് നമുക്ക് ദൃശ്യാനുഭവത്തിൽ നൽകുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബോധശക്തിയാണ്. നീയല്ലോ, എന്താണ് മാനായാലും മീനായാലും ഒക്കെ ഭവതിയാണെന്ന് ഗുരുദേവൻ പറഞ്ഞതുപോലെ ഈ കാണപ്പെടുന്ന സമസ്തവും എന്താണ്? സമസ്തവും ബോധശക്തി തന്നെയാണ്, സംസാര രൂപേണ കാണുന്നത്. ഇനി സംസാരത്തെ മറ്റൊരു പദത്തിൽ പറയുന്നു അനാത്മബുദ്ധി സംസാരം. അനാത്മബുദ്ധി എന്ന് പറയുമ്പോൾ അയഥാർത്ഥത്തെ യഥാർത്ഥമായി കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് സംസാരം എന്ന് പറയും. നേരത്തെ നമ്മൾ ഇതിന് തൊട്ടുമുമ്പ് പറഞ്ഞ രണ്ട് സംസാരത്തിന്റെ ആ രണ്ട് ലക്ഷണാർത്ഥങ്ങളോടുകൂടി ചേർന്ന് നിൽക്കുന്ന വേദാന്തപരമായ അർത്ഥം തന്നെയാണ് ഇത്. അയഥാർത്ഥത്തെ നമ്മൾ യഥാർത്ഥമായി ധരിച്ചാൽ നമുക്കത് യഥാർത്ഥമാണെന്ന് അനുഭവപ്പെടും. ഇപ്പോ പ്രസിദ്ധമായ ഉദാഹരണങ്ങൾ, രാത്രിയിൽ ഒരു കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നതും, അതേപോലെ മരുഭൂമിയിൽ മരുപ്പച്ച ജലമായി അതിനെ തെറ്റിദ്ധരിക്കുന്നതൊക്കെ നമ്മൾ അയഥാർത്ഥമായ വസ്തുക്കളെ യാഥാർത്ഥമായിട്ട് കണക്കാക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുമ്പിൽ അയഥാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ നമുക്കുള്ളൂ. നമ്മൾ കാണുന്നത് നമ്മെ സംബന്ധിച്ച് യഥാർത്ഥമാണ്. അല്ലാതെ വേദാന്തത്തിന്റെ ഒരു വരട്ടുഭാഗത്തിലേക്ക് നമ്മൾ പോയി ഇതൊക്കെ മിഥ്യയാണ് മായയാണെന്ന് പറയുകയല്ല താല്പര്യം. മറിച്ച് യഥാർത്ഥത്തെ നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ മുമ്പിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നു. ഇനി അതിനെ സാമാന്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ ലോകത്ത് ഓരോ വ്യക്തിയും ഈ ലോകത്തെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. മീൻസ് ഒരു ജീവിയുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവ് എങ്ങനെയാണോ ആ ഇന്ദ്രിയങ്ങളുടെ കഴിവിനനുസരിച്ചാണ് ഒരു വ്യക്തി ലോകത്തെ കാണുന്നത്. ചില നിറങ്ങൾ കാണാൻ കഴിയില്ലാത്ത ജീവികള് ആ നിറങ്ങൾ കാണില്ല. അപ്പൊ ആ ജീവിയെ സംബന്ധിച്ച് ചുവപ്പ് എന്നുള്ളൊരു നിറം, ആ ചുവപ്പ് നിറം കാണാൻ കഴിയാത്ത ഒരു ജീവിക്ക് ആ ജീവിയെ സംബന്ധിച്ച് ചുവപ്പ് നിറം എന്നൊരു നിറമേ ഇല്ല. പുള്ളി ഏതൊരു നിറത്തെ കണ്ടു കഴിഞ്ഞാലും പുള്ളി എങ്ങനെയാണോ ആ നിറത്തെ കാണാൻ അതിന്റെ കണ്ണിന് കഴിവുള്ളത് ആ നിറത്തിൽ അതിന് കാണാൻ സാധിക്കും. അതേപോലെ ഒരു ജീവി കേൾക്കുന്ന ശബ്ദം, നിശ്ചിത മാത്രയിൽ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ജീവികൾക്ക് ആ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയൂ. ആ ജീവി പറയാണ് മറ്റൊരു ശബ്ദവുമില്ല, ഈ ശബ്ദം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു നിറവുമില്ല, ഈ നിറം മാത്രമേ ഉള്ളൂ ആ ജീവി പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിയുടെ അനുഭവം മാത്രമാണ്. അതുപോലെ മനുഷ്യരായ നമ്മൾ ഈ ലോകത്തെ ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് ലോകം ഇങ്ങനെയാണെന്ന് നമ്മൾ മുദ്രകുത്താൻ പാടില്ല. നമ്മെ സംബന്ധിച്ച് ലോകം ഇങ്ങനെയാണ്. ഇനി നോക്കൂ, ഒരാൾക്ക് ഒരു ആറ്റോമിക് തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആറ്റോമിക് തലത്തിലാണ് ഈ ലോകത്തെ കാണാൻ കഴിയുന്നത് എന്ന് കരുതുക. അയാളെ സംബന്ധിച്ച് കുറെ കണങ്ങൾ മാത്രമായിരിക്കും ഇവിടെ. അല്ലാതെ ബാഹ്യമായി നമ്മൾ കാണുന്ന യാതൊരു ഘടപടാദികൾ ഉണ്ടാവില്ല, കുറെ കണങ്ങൾ ചേർന്നിരിക്കും. ഒരു വ്യക്തിയുടെ കാണാനുള്ള അറിയാനുള്ള ഇന്ദ്രിയങ്ങളുടെ ക്ഷമത കഴിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ആ വ്യക്തിക്ക് ലോകം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ അനുഭവമാണെന്ന് കരുതി പാരമാർത്ഥികമായ അബ്സല്യൂട്ട് ട്രൂത്ത് ആണ് ഇതെന്ന് പറയാൻ സാധിക്കില്ല. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ കേവലമായ ഉണ്മ മാത്രമാണ്. അപ്പോ നമ്മൾ മുമ്പിൽ കാണുന്ന അയഥാർത്ഥമായ ഒന്നിനെ യാഥാർത്ഥമായിട്ട് കൽപ്പിക്കുന്നു എന്ന് സംസാരത്തിന്റെ ഒരു അർത്ഥമായിട്ട് ആചാര്യന്മാർ അനാത്മബുദ്ധി എന്ന് പറയാറുണ്ട്. അനാത്മബുദ്ധി. സംസാരം എന്താണ്? അനാത്മബുദ്ധിയാണ് സംസാരം. കാരണം സംസാരം നമുക്ക് താപത്തെ തരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം സംസാരം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പൊ ഇത്രയും ലക്ഷണങ്ങളോട് കൂടിയ ഇത്രയും ലക്ഷണാർത്ഥങ്ങളോട് കൂടി ഈ സംസാരം നമുക്ക് ഒരുപാട് താപത്തെ, ചൂടിനെ തരും. താപം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളാണ്, ചൂടാണ്. ദുഃഖത്തിന്റെ തന്നെ ഒരു പേരാണ് താപം. നമ്മൾ നല്ല ദുഃഖിതനായിരിക്കുമ്പോൾ നമ്മുടെ അന്ധകാരനൊക്കെ ചുട്ടു കൊഴുത്ത് പൊള്ളും, വല്ലാത്ത ഉഷ്ണം നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഇത്രയും പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടി ഈ സംസാരം നമ്മളിൽ ഒരുപാട് താപത്തെ ജനിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ താപമാണ് എന്ത്? അവിദ്യാജന്യ താപം എന്ന് പറയും. അവിദ്യാജന്യ താപമാണ് എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ പ്രാണിവർഗങ്ങളുടെയും
ഏറ്റവും അടിസ്ഥാനമായ സംസാരജന്യ താപം, സംസാരത്തിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന ചൂട്, ദുഃഖം. അവിദ്യാജന്യ താപം എന്ന് പറയുമ്പോൾ പരമാർത്ഥ വസ്തുവിനെ കുറിച്ച് ഉള്ള അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന താപമാണ് അവിദ്യാജന്യ താപം. അറിയേണ്ടതായ വസ്തുവുണ്ട്, ആ അറിയേണ്ടതായ വസ്തുവിനെ നമ്മെ അറിയിപ്പിക്കാത്തത് ആരാണ്? അവിദ്യ എന്ന് പറയുന്നൊരു ഘടകമാണ്. ആ അവിദ്യ എന്ന് പറയുന്ന ഘടകം അറിയേണ്ടതായ വസ്തുവിനെ അറിയിക്കാത്തത് കൊണ്ട് നമ്മളിൽ സംസാരജന്യ താപത്തെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ താപങ്ങളുടെയും എല്ലാ ദുഃഖങ്ങളുടെയും ഒരു മൂലഹേതു എന്ന് നമുക്ക് അവിദ്യാജന്യ താപത്തെ മനസ്സിലാക്കും. അടുത്തതാണ് ത്രിഗുണ പരിണാമ താപം. ഇത് താപത്തിന്റെ വിവിധ പ്രകാരങ്ങളായ നിർവചനങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തേത് ത്രിഗുണ പരിണാമ താപം. ത്രിഗുണ പരിണാമ താപം എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. കാരണം ഇതിന്റെ എല്ലാം വ്യാഖ്യാനം മുന്നോട്ട് ഇതേ മന്ത്രങ്ങളിൽ തന്നെ മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോരോ മന്ത്രങ്ങൾ വരുമ്പോൾ അവിടെ ഗുണങ്ങൾക്ക് അതീതനാണ് ഗുരു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഗുണങ്ങൾ? സത്വം, രജസ്, തമസ്. ഇവ നിരന്തരം വ്യത്യസ്തമായ അനുപാതത്തിൽ മാറി മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ദുഃഖം വരും, സുഖം വരും, താപം വരും. ചില സമയത്ത് ഏറ്റവും ശാന്തനായ വ്യക്തി പോലും വളരെ അസ്വസ്ഥനായിട്ട് കാണും. കാരണം ആ ഗുണഘടനയിലുള്ള പരിവർത്തനമാണ്. ചില സമയത്ത് നല്ല കർമ്മശീലനായ കർമ്മധീരനായ വ്യക്തി പോലും ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസനായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ അലസത കാരണം. എന്തുകൊണ്ടാണ്? തമോ ഗുണം ഇങ്ങനെ നിറഞ്ഞിരിക്കുക. നമ്മൾ ചിന്തിക്കാം, നമ്മുടെ ഉള്ളിൽ നല്ല ഒരു കർമ്മശേഷി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നല്ല ഉത്സാഹവും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സാത്വിക വൃത്തിയും രാജസിക വൃത്തിയും ഒരുപാടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് അറിവുണ്ടെന്ന് കരുതുക. നമുക്ക് നല്ല അറിവുണ്ട്, നല്ല ജ്ഞാനമുണ്ട്, എല്ലാ കാര്യങ്ങളിലും നല്ല ബുദ്ധിയുമുണ്ട്. നമ്മുടെ ചുറ്റും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. പക്ഷെ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കുക, ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാൻ മനസ്സ് അനുവദിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ചടഞ്ഞിരിക്കണം, ചുമ്മാതിരിക്കണം, ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ യുവതലമുറയ്ക്ക് ബാധിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ തമോ ഗുണത്തിന്റെ ആധിക്യം എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കാരണം, സാമൂഹ്യപരമായ അതേപോലെ ബാഹ്യമായ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ സ്വാധീനം കാരണം അവരുടെ ഉള്ളിൽ സാത്വികമായ വൃത്തിയെ, സാത്വിക ഗുണത്തെ വളർത്താനുള്ള സാഹചര്യം കുറവാണ്. കാരണം ചിന്തിക്കേണ്ടത് കർമ്മത്തിന്റെ, എല്ലാവരും പറയുന്നു നമുക്ക് നല്ല കർമ്മശേഷി ഉണ്ടാകണമെങ്കിൽ രജോ ഗുണം കൂടുതൽ വേണം. ഇപ്പൊ രജോ ഗുണം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം കർമ്മശേഷി ഉണ്ടാകില്ല. ആ രജോ ഗുണത്തിന്റെ പുറകിൽ നല്ല സാത്വികമായിരിക്കുന്ന ഗുണങ്ങളും. സാത്വികമായ രജോ ഗുണമാണ് നമ്മെ കർമ്മത്തിലേക്ക് നയിക്കുന്നത്. താമസികമായ രജോ ഗുണം ഒരാളെ അക്രമത്തിലേക്കും അനീതിയിലേക്കും നയിക്കും. അപ്പോ തീവ്രവാദികളും ഭീകരവാദികളും എല്ലാം നല്ല കർമ്മശേഷിയുള്ള ആളുകളാണ്. അവരിൽ കർമ്മശേഷി ഇല്ലെങ്കിൽ ഇത്ര വലിയ ഓപ്പറേഷൻസ് അവർക്ക് തീരുമാനിച്ച് നടപ്പിലാക്കാൻ കഴിയില്ലായിരുന്നല്ലോ. അപ്പൊ ആ കർമ്മശേഷിയുടെ പുറകിൽ രജോ ഗുണത്തിന്റെ പുറകിലുള്ളത് തമോ ഗുണമാണ്. തമോ പ്രേരിതമായ രജോ ഗുണം കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷേ സാത്വിക പ്രേരിതമായ, സത്വപ്രേരിതമായ രജോ ഗുണം കൊണ്ട് നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം വലിയ ലോക ഉപകാരാർത്ഥമായ കർമ്മമായിട്ട് മാറി നമ്മളെയും സുഖിപ്പിക്കും, നമ്മളെയും സന്തോഷിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള കർമ്മം നമ്മളിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ സത്വഗുണം ഉണ്ടായിരിക്കണം, രജോ ഗുണം ഉണ്ടായിരിക്കണം. അതിന്റെ ആധിക്യം, അതിന്റെ ഒരു ഇക്വേഷൻ ഏതാണ്ട് തുല്യമായിരിക്കും. എന്നാൽ സത്വഗുണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സത്വഗുണം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകിൽ തെറ്റായ രീതിയിലേക്ക് പോകാനുള്ള കർമ്മവാസന ജനിക്കും, അല്ലെങ്കിൽ അലസത, ഒരു മന്ദീഭാവം, എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും ഒന്നിലും ഏർപ്പെടാൻ കഴിയാത്തൊരു മനസ്സുണ്ടാകും. ഇങ്ങനെ 3 ഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അതിന്റെ അനുപാതത്തിലുള്ള മാറ്റം കാരണം നമ്മുടെ ഉള്ളിൽ താപത്തെ, ദുഃഖത്തെ ഉണ്ടാക്കും. അപ്പൊ താപം, സംസാരം നമ്മിൽ ഉണ്ടാക്കുന്ന താപം, സംസാര താപത്തിൽ ഒരു താപമാണ് എന്ത്? ത്രിഗുണ പരിണാമ താപം. ഏറ്റവും അടിസ്ഥാനമായ സംസാര താപത്തെ കുറിച്ച് പഠിച്ചു. അവിദ്യാജന്യ താപമുണ്ട്. മൂന്നാമതായിട്ട് ആചാര്യന്മാര് പറയുന്നു വാസനാബന്ധ താപം. ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന വലിയൊരു സംസാര താപമാണ്. വാസനാബന്ധ താപം എന്താണ്? നേരത്തെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഇച്ഛ, കർമ്മം, കർത്തൃത്വ ബോധം, സംസാരം, വാസന, സംസ്കാരം, വാസന. ഇച്ഛയുണ്ടായി, ഇച്ഛയിൽ നിന്ന് ആ ഇച്ഛയെ പൂർത്തീകരിക്കാനുള്ള കർമ്മങ്ങൾ ഉണ്ടായി. ആ കർമ്മങ്ങൾ നമ്മിൽ സംസ്കാരത്തെ ഉണ്ടാക്കി.
അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ നമ്മളിൽ ശേഷിപ്പിച്ച സംസ്കാരം എല്ലാം ആകെ തുകയായിട്ട് വാസന എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറി. നമ്മുടെ പ്രവൃത്തികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ പ്രവൃത്തി എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിൽ പൊതുവായി ഏതൊരു പ്രവൃത്തിയാണോ മുന്നിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വാസന. ആ വാസന നമ്മെ വീണ്ടും ആ പ്രവൃത്തിയിലേക്ക് നിരന്തരം തള്ളിക്കൊണ്ടേയിരിക്കും, നമ്മൾ പോലും അറിയാതെ. ഒരു വ്യക്തി രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുന്നു, 4 മണിക്ക് എഴുന്നേൽക്കുന്നു, എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു. അവൻ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളുടെ അർച്ചന ചെയ്യുന്നു, കൃതികളുടെ പാരായണം ചെയ്യുന്നു, 1 മണിക്കൂറോളം എല്ലാ ദിവസവും 4 മുതൽ 5 മണി വരെ. അതിനുശേഷം ക്ലാസ്സിൽ ഗുരുകുരുജി പഠനത്തിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ ഒരു 6 മാസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി നമ്മുടെ വാസനയായിട്ട് മാറും. വാസന എന്നുള്ളത് ഏറ്റവും മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ദൃഷ്ടാന്തം പറയാം. നമ്മൾ പൈനാപ്പിൾ, വലിയ നല്ല പഴുത്ത പൈനാപ്പിൾ ഒരു ചാക്കിൽ കെട്ടി കാറിൽ വെച്ച് കൊണ്ടുപോയി. കാറിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി പൈനാപ്പിൾ എടുത്തു, വീട്ടിൽ വെച്ച് തിരിച്ചു വന്നു. പക്ഷെ ആ കാറിൽ ആ പൈനാപ്പിളിൻ്റെതായ ഒരു വാസന അവശേഷിക്കും, ഒരു മണം അവശേഷിക്കും. പൈനാപ്പിൾ പോയിട്ടും പൈനാപ്പിൾ ഒരു ശേഷിപ്പ് അവിടെ ഉണ്ട്. അതേപോലെ കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാലും ആ കർമ്മത്തിന്റെ ശേഷിപ്പ്, ഒരു വാസന നമ്മുടെ ഉള്ളിൽ. ഈ ഒരു ദൃഷ്ടാന്തമായിട്ട് മാത്രം പറഞ്ഞാൽ ഒരു വാസന ശേഷി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണം, 6 മാസം തുടർച്ചയായിട്ട് രാവിലെ ഈ രീതിയിൽ അനുഷ്ഠാനം ചെയ്യുന്നൊരു വ്യക്തി ഇനി 6 മാസം കഴിഞ്ഞവൻ, അവൻ ഓട്ടോമാറ്റിക്കലി അവന് ഇത് ചെയ്യാൻ അഥവാ എന്തെങ്കിലും സാഹചര്യത്താൽ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാനോ ക്ലാസ് കേൾക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അവൻ ഓട്ടോമാറ്റിക്കൽ ആരോ ഒരാൾ ഉള്ളിൽ നിന്ന് തള്ളി അതിലേക്ക് നയിക്കും, പ്രേരിപ്പിക്കും. അതെന്താണ്? വാസനയാണ്. നമ്മളുടെ ഉള്ളിൽ കർമ്മം ശേഷിപ്പിച്ച വാസന അതേ കർമ്മത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കും. ഈ വാസനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലർക്കും വലിയ ബുദ്ധിമുട്ട്. കാരണം താൻ ചെയ്യുന്നത് തെറ്റാണ്. മദ്യപിക്കുന്നു, നിരന്തരം മദ്യപിക്കുന്നു. മദ്യപാനം എന്നുള്ളത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ കൂടിയും എത്രയോ കാലത്തെ മദ്യപാനം അയാളുടെ ഉള്ളിൽ മദ്യപാന വാസന ഉണ്ടാക്കുന്നു. മദ്യം കഴിക്കരുത്, ഇനി ഞാൻ ആ കർമ്മത്തിലേക്ക്, ആ പ്രവൃത്തിയിലേക്ക് പോകില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ പോലും ഈ വാസന എന്ത് ചെയ്യുന്നു? ഈ വാസന തള്ളി ആ പ്രവൃത്തിയിലേക്ക് അയാളെ കൊണ്ടുപോകും. അയാൾ ഇങ്ങനെ നേരെ റോഡിനെ നേരെ നോക്കി നടക്കും. സൈഡിൽ കള്ളുഷാപ്പ് കാണും. ഇപ്പൊ കാല് അറിയാതെ ഒരു സൈഡ് വലിവ് ഇങ്ങനെ മെല്ലെ അറിയാതെ അങ്ങോട്ട് പോകുന്നു. എന്തുകൊണ്ട് പോകുന്നു? കാരണം ആ വാസനയാണ് ആ കർമ്മത്തിലേക്ക് അയാളെ തള്ളിവിടുന്നത്. അയാൾക്കറിയാം, ആ വ്യക്തിക്ക് അറിയാം, ഇത് എനിക്ക് ദുഃഖകാരണമാണ്, ഇതെനിക്ക് തൽക്കാലമായ ലഹരി തരുന്നുള്ള കാര്യം ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് തിരിച്ചറിവ് വന്നു. കാരണം ജീവിതാനുഭവങ്ങൾ, തന്റെ കുടുംബത്തിന്റെ തകർച്ച, വ്യക്തിബന്ധങ്ങളുടെ തകർച്ച, ഇതിനെല്ലാം കാരണം എന്താണ്? എന്റെ ഈ ശീലമാണെന്ന് ആ വ്യക്തിക്ക് അറിയാം. അങ്ങനെ അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും മോശമായ കർമ്മം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം താൻ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ പരിണാമം ദുഃഖമാണെന്നറിയാം. ഈ ഏതൊരു കർമ്മത്തിനും ഒരു അനിവാര്യമായൊരു പരിണാമം കൂടി വരാനുണ്ട്. താൽക്കാലികമായ ചില സന്തോഷങ്ങളും താൽക്കാലികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും അതിന്റെ ഒരു അനിവാര്യമായ ഒരു പരിണാമം വരും. കാരണം എന്താണ്? സംസാരജന്യ താപമാണ് ഇതെല്ലാം തന്നെ. ആ സംസാരം തന്നെ നമ്മളിലേക്ക് അതിന്റെ പരിണാമത്തെ കൊണ്ടു ചെന്നെത്തിക്കും. ഇതൊക്കെ അറിയാമെങ്കിൽ കൂടിയും വീണ്ടും ആ തെറ്റിലേക്ക് പോകും, വീണ്ടും തെറ്റിലേക്ക് പോകും. എന്തുകൊണ്ട് പോകുന്നു? കാരണം വാസനയാണ് മുന്നോട്ട് ഇങ്ങനെ തള്ളിവിടുന്നത്. ആ കർമ്മം, ഏതൊരു കർമ്മം വാസനയായി ഉള്ളിൽ രേഖപ്പെടുത്തിയോ നിശ്ചയമായിട്ടും ആ വാസന അതേ കർമ്മത്തിലേക്ക് നമ്മെ തള്ളിവിടും. അതുകൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. ഒരു തെറ്റ് 100 തവണ ആവർത്തിച്ചാൽ മനസ്സിലാക്കുക, എന്റെ ഉള്ളിൽ ഇത് വാസനയെ സൃഷ്ടിക്കും. പിന്നീട് ഞാൻ ആഗ്രഹിച്ചാൽ പോലും, ഞാൻ എത്ര ചാടി മറിഞ്ഞാൽ പോലും ആ കർമ്മത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് വാസന ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ മനസ്സിൽ പശ്ചാത്താപം കൊണ്ടുവന്ന് ബുദ്ധിയെ കൊണ്ട് നല്ല രീതിയിൽ വിചാരം, ചിന്തനം ചെയ്യിച്ച് ആ കർമ്മത്തിൽ നമ്മൾ വിമുക്തി നേടണം. പക്ഷെ അതിന് സാധിക്കില്ല. കാരണം എന്താണ്? വാസന വീണ്ടും തള്ളി. വാസനാബന്ധ താപം എന്നുള്ളത് ഒരു സംസാര താപമാണ്. വലിയ എല്ലാ മനുഷ്യരെയും വേട്ടയാടുന്ന വലിയ താപമാണ് വാസനാബന്ധ താപം. അടുത്തതാണ് കാലചക്ര ഭ്രമണതാപം. സംസാര താപത്തിന്റെ ഒരു ഭേദമാണ്, ഒരു വകഭേദമാണ് കാലചക്ര ഭ്രമണതാപം. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രവാഹം, സംസാരത്തിന് പ്രവാഹം എന്ന് അർത്ഥമെടുത്താൽ ജനന മരണങ്ങളിലൂടെ അനാദികാലമായി ജീവൻ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ജനന മരണ ചക്രങ്ങളിൽ പെട്ട് ജീവൻ ഉണ്ടാകുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് കാലചക്ര ഭ്രമണതാപം. ഇങ്ങനെ ജനിച്ചു പോയി, എല്ലാവരും പറയുമല്ലോ, ജനിച്ചു പോയാൽ ഇത് ജീവിച്ചല്ലേ പറ്റൂ.
ഇപ്പൊ ജനിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ ഒരു നിസ്സഹായതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ ആഗ്രഹപ്രകാരമല്ല ഇതൊന്നും. നമ്മളിതിലിങ്ങനെ ഇങ്ങനെ ഒരു ഒഴുക്കിനങ്ങ് പോവുകയാണ് എന്നാണ് പലരും അവർക്ക് ഉള്ളിൽ അനുഭവമാകുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ AI വീഡിയോസ് നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവും. അതിൽ പലതും വളരെ രസകരമായ, അത് തമാശ രൂപത്തിലാണ് അവർ ഉണ്ടാക്കിയെങ്കിലും അത് പലതും വളരെ രസകരമായ ചില ആത്മീയ സത്യങ്ങൾ അതിലുണ്ട്. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു വീഡിയോ, ഒരു കൊച്ചു കുഞ്ഞ്, ജനിച്ച ഉടനെ പ്രായമുള്ള കൊച്ചു കുഞ്ഞിനെ ഒരു ആള് വന്ന് ഇന്റർവ്യൂ ചെയ്തു. കാരണം AI ആയതുകൊണ്ട് നമുക്ക് എന്തുകൂടെ ഉണ്ടാക്കാമല്ലോ. അപ്പൊ ആ കുഞ്ഞ് സംസാരിക്കാം, ഓ ഞാൻ വീണ്ടും ഇതേ ഹോസ്പിറ്റലിൽ ഇതേ കുടുംബത്തിൽ വീണ്ടും വന്ന് ജനിച്ചല്ലോ, കഷ്ടം, വേറെ എവിടെയെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു. ആ കുഞ്ഞ് പറയുന്നതായിട്ട് അതൊരു തമാശക്കാണ് അവർ ഉണ്ടാക്കിയതെങ്കിലും എന്താണ് അതിലൊരു ആത്മീയമായ അർത്ഥമുണ്ട്. ആ കുഞ്ഞ് ജനിച്ച ഉടനെ കരയുന്നു. കാരണം കണ്ണൂർ നോക്കുമ്പോൾ അതേ ആളുകൾ, അതേ പഴയ ജന്മത്തിൽ അതേ എല്ലാ ശത്രുക്കളും ആ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ അതിന് കരച്ചിൽ വന്നു. അപ്പൊ ജനന മരണ പ്രവാഹത്തിൽ ഒരു മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ മനുഷ്യന് വെറും ഒരു നിസ്സഹായ അവസ്ഥ മാത്രമേ ഉണ്ടാകൂ. ആ നിസ്സഹായ അവസ്ഥ ഇങ്ങനെ വേദനയോടുകൂടി ഇങ്ങനെ നോക്കിക്കാണും. ഇതെന്താണ്? ഇത് കാലചക്ര ഭ്രമണ താപമാണ്. ഇതിലിങ്ങനെ ഭ്രമണത്തിൽപ്പെട്ട് തപിച്ചുകൊണ്ടിരിക്കുക, ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അടുത്ത സംസാര താപമാണ് ഷഡൂർമി സംഘാത താപം എന്ന് പറയുന്നത്. ഊർമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ, നമ്മളെ വലിയ വലിയ തിരമാലകളുണ്ട്. ഷഡൂർമി 6 പ്രകാരത്തിലുള്ള തിരമാലകളുണ്ട്. വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജരാമൃത്യു. വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജരാമൃത്യു. ഇതിനെ ഷഡൂർമി എന്ന് പറയുന്നത്. ഈ തിരമാലകൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ നിന്ന് നമുക്ക് താപം ഉണ്ടാകും, സംസാരജന്യമായ താപം ഉണ്ടാകും. അപ്പൊ ഇതും ഒരു താപമാണ്. ഇനി അടുത്തൊരു താപമായിട്ട് ആചാര്യന്മാർ പറയുന്നു, ഇന്ദ്രിയ ലൗല്യ താപം എന്ന് പറയും. ശ്രദ്ധിക്കണം, ഇതൊക്കെ സംസാര താപം എന്ന വാക്കിന്റെ വിവിധങ്ങളായ അർത്ഥങ്ങളെയാണ് പറയുന്നത്. ഇന്ദ്രിയ ലൗല്യ താപം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ അലയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന താപം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അവരുടെ പ്രവൃത്തി മേഖല എന്താണ്? വിഷയങ്ങളാണ്. അപ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് തനിക്ക് ആവശ്യമായ സുഖാനുഭവം ലഭിക്കുന്നു കരുതി ആ വിഷയത്തിലേക്ക് പോകും. പക്ഷെ പരിണാമമായിട്ട് ദുഃഖമാണ് ലഭിച്ചത്. അപ്പൊ ആ വിഷയത്തെ മാറ്റി വേറെ വിഷയത്തിലേക്ക് പോകും. അങ്ങനെ പല പല വിഷയങ്ങളിൽ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക് ഇങ്ങനെ അലയുന്നത് കൊണ്ട് ആ അലച്ചിൽ നിന്ന് നമുക്ക് പരിണാമമായി താപത്തെ കിട്ടുന്നുണ്ട്. അതിനെന്ത് പറയാം? ഇന്ദ്രിയ ലൗല്യ താപം എന്ന് പറയും. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ അലയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സംസാരജന്യമായ താപമാണ് ഇന്ദ്രിയ ലൗല്യ താപം. അടുത്തൊരു താപമാണ് പരിച്ഛിന്ന ഭാവതാപം. പരിച്ഛിന്ന ഭാവതാപം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈശ്വരൻ സർവവ്യാപിയാണ്. ഇപ്പോ ബ്രഹ്മവിദ്യാ പഞ്ചയത്തില് അവിടെ ഒരു ഗുരുശിഷ്യ സംവാദത്തെ വരച്ചു കാണിക്കുന്നുണ്ടല്ലോ. അതില് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരും ചോദിക്കുന്നുണ്ട്, അഹം കഹ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വ്യക്തിക്കും അറിയാം ഞാൻ ആരും അറിയാം. പക്ഷേ എല്ലാ വ്യക്തിയും നമ്മളെ പരിമിതമായ ഒരു പരിച്ഛിന്നനായിട്ടാണ് എല്ലാ വ്യക്തികളും സ്വയം മനസ്സിലാക്കുന്നത്. അവിടെ ഗുരുനാഥൻ ഉത്തരം കൊടുക്കുന്നു, ത്വം ബ്രഹ്മഹി എന്ന് പറയും. നീ ബ്രഹ്മം തന്നെയാണ്, നീ പൂർണ്ണം തന്നെയാണ്. നിന്നിൽ യാതൊരു ബന്ധനങ്ങളും ഇല്ല, നിന്നിൽ യാതൊരു ദുഃഖങ്ങളും ഇല്ല. ഇത്ര വലിയൊരു ആശ്വാസം ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കും? ഏറ്റവും വലിയ ആശ്വാസമില്ല. ഇപ്പൊ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ദുഃഖത്തിൽ പെട്ടു കഴിഞ്ഞാൽ, ആ ശരിയാവും മകനെ, ശരിയാവും കേട്ടോ, വിഷമിക്കണ്ട എന്നല്ലേ പറയുള്ളൂ ആൾക്കാർ. ഇനി പരമാവധി ആശ്വാസം എന്ന് പറയും, അതൊക്കെ മാറിക്കോ എന്ന് പറയും. പക്ഷേ നിന്നിൽ ഇത്രയും കാലം യാതൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല, നീ പരിപൂർണനാണ്, നീ സ്വതന്ത്രനാണ്, നീ സമ്പൂർണ്ണ ബ്രഹ്മമാണെന്ന വലിയൊരു ആശ്വാസം. ഒരു പ്രകാരത്തിലുള്ള ബാധകളും ജനന മരണ ദുഃഖങ്ങളും എന്നെ ബാധിക്കില്ല. കാരണം എന്താണ്? നീ പൂർണ്ണ തന്നെയാണ്. അങ്ങനെ പൂർണ്ണനായിരിക്കുന്ന നമുക്ക് ആ പൂർണ്ണതാ ബോധം ഇപ്പോൾ അനുഭവപ്പെടുന്നില്ലല്ലോ. നമ്മുടെ യഥാർത്ഥ സ്വരൂപം പൂർണ്ണൻ തന്നെയാണെന്ന് യാതൊരു സംശയമില്ല. കാരണം ശ്രുതി പ്രമാണം കൊണ്ടും ഇനി ആചാര്യന്മാർ പറഞ്ഞ ഉപദേശം കൊണ്ടും സത്യദ്രഷ്ടാക്കൾ പറയുന്ന ഉപദേശം നമുക്ക് പരിപൂർണമായും പ്രമാണമാണ്. സ്വാമി തിരുപ്പാദങ്ങൾ സത്യദ്രഷ്ടാവാണ്, സത്യസാക്ഷാത്കാര സമ്പന്നനായ മഹാപുരുഷനാണ്, മഹാത്മാവാണ്. ഗുരു ഒരു ഗ്രന്ഥത്തെ നിമിത്തമാക്കി ത്വം ബ്രഹ്മഹി, നീ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തിൽ ശിഷ്യനോട് മാത്രമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരോടുമാണ്. ഗുരു പറയുന്നത് കൊണ്ട് മനസ്സിലാക്കാം, ഞാൻ ബ്രഹ്മം തന്നെയാണ്, ഞാൻ പൂർണ്ണം തന്നെയാണെന്നുള്ള വാചകം പരിപൂർണമായി സത്യമാണ്. പക്ഷെ ആ സത്യാനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്കൊരിക്കലും പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നില്ല. ഏത് കാര്യത്തിലായാലും, സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും, ധനത്തിന്റെ കാര്യത്തിലായാലും, അറിവിന്റെ കാര്യത്തിലായാലും,
സന്തോഷത്തിന്റെ കാര്യത്തിലായാലും സമാധാനത്തിന്റെ കാര്യത്തിലായാലും ഞാൻ 100% പൂർണ്ണനാണ് എന്ന് ആർക്കും അനുഭവപ്പെടുന്നുണ്ട്? ഇല്ലല്ലോ. എല്ലാവർക്കും ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാൽ അപൂർണത. നമ്മളൊരു പരിപാടി എത്ര ഗംഭീരമായി വിജയിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൽ ഇനിയും ഗംഭീരമാക്കാമായിരുന്നു എന്നൊരു അപൂർണതാബോധം വരും. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ പരിച്ഛിന്ന ഭാവമുണ്ട്. പൂർണ്ണതയെ പരിമിതപ്പെടുത്തിയിട്ടാണ് നമ്മൾ എല്ലാവരും കഴിയുന്നത്. സ്വയം പൂർണ്ണനാണ്, പക്ഷെ ആ പൂർണ്ണതയെ പരിമിതപ്പെടുത്തി സ്വയം കഴിയുന്നു. അങ്ങനെ സർവ്വവ്യാപിയായ ആത്മാവ് പരിമിതമായ ഒരു ശരീരത്തിൽ മനസ്സിൽ അകപ്പെട്ട് കഴിയുന്നു. അതാണ് ഞാനെന്ന് കരുതിയിരിക്കുന്നതും എന്താണ്? സംസാര താപമാണ്. ആ സംസാര താപത്തെ എന്തു പറയുന്നു? പരിച്ഛിന്ന ഭാവതാപം എന്ന് പറയുന്നു. ഇനി അടുത്തൊരു താപമുണ്ട്, അത് വളരെ പ്രധാനമാണ്. മാനുഷകൃത വിഭേദ ജന്യതാപം. ഇതൊരു സംസാര താപമാണ്. മാനുഷകൃത വിഭേദ ജന്യതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ജാതി, മത, വർഗ, വർണ്ണ, ഗോത്രങ്ങൾ, ഇതിൽ നിന്ന് നമുക്ക് വലിയ താപം ലഭിക്കുന്നുണ്ട്. ഇത് ഏറ്റവും വലിയ, ഇപ്പൊ ഗുരുദേവന്റെ സംസാര താപ ശമനായ എന്ന് പറയുമ്പോൾ മനുഷ്യർ അനുഭവിച്ച ഏറ്റവും വലിയ സംസാര താപം എന്താണ്? ഈ ജാതി, മത, വർഗവർണ്ണ ചിന്തയിൽ നിന്നുണ്ടായ താപമല്ലേ. അല്ലാതെ ഈ അവിദ്യാജന്യകൃത താപം എന്നൊക്കെ വേദാന്തം പറയുന്നത് ശരിയാണ്, നമ്മൾ അംഗീകരിച്ചു, അത് എല്ലാ മനുഷ്യരും അടങ്ങിയിരിക്കുന്നു. പക്ഷെ പ്രായോഗികമായിട്ട് ഗുരുവിനെ നമ്മൾ സംസാര താപശമനം എന്ന് പറയുമ്പോൾ ജനലക്ഷങ്ങളെ ദുഃഖത്തിൽ നിന്ന് ഗുരുദേവൻ എപ്രകാരം കൈപിടിച്ചു കൊടുത്ത്? ജനലക്ഷങ്ങൾക്ക് ഏത് ദുഃഖമാണ് ഉണ്ടായത്? നമുക്ക് മനുഷ്യനായിട്ട് ജനിച്ചിട്ട് പോലും ഒരു പട്ടിക്കും പൂച്ചയ്ക്കുമുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടാതെ വളരെ ദയനീയമായ രീതിയിൽ ജനലക്ഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ജനലക്ഷങ്ങളുടെ താപത്തെ ഗുരുദേവൻ ഇല്ലാതാക്കി, ശമിപ്പിച്ചു. അപ്പൊ ആ താപത്തെയാണ് ഇവിടെ പറയുന്നത് മാനുഷകൃത വിഭേദ ജന്യതാപം. മനുഷ്യന്മാര് തന്നെ ഒരുപാട് താപത്തെ അവരുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പല താപങ്ങളും അത് ആത്മീയമായ സത്യങ്ങളാണ്, പ്രകൃതി ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന പല താപങ്ങളുമാണ്. അത് നമ്മുടെ കൺട്രോളിൽ വരുന്ന താപങ്ങളല്ല. പക്ഷെ നമ്മൾ തന്നെ ഒരുപാട് സ്വയംകൃത താപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജാതിപരമായ വിവേചനം. അത് ജാതിപരമായ വിവേചനത്തിന് എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ? എന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? ജാതിപരമായ വിവേചനത്തിന്റെ ഒരു മൂല കാരണം എന്താണ്? മൂല കാരണം ഇവൻ മേൽജാതിയാണ്, ഇവൻ കീഴ്ജാതിയാണ്. അതുകൊണ്ട് കീഴ്ജാതിക്കാര് ഇന്ന രീതികളിൽ നടന്നുകൊള്ളണം, മേൽജാതിക്കാർക്ക് ഇന്ന രീതികൾ. ഇതാണ് ജാതി വിവേചനത്തിന്റെ ഫലമായ തജ്ജന്യമായ ദുഃഖത്തിന്റെയും അടിസ്ഥാന ഹേതു. അപ്പൊ ഒരു സമുദായത്തെ മേൽജാതി കീഴ്ജാതി എന്ന് ആരാണ് നിശ്ചയിച്ചത്? ഭരണഘടന നിശ്ചയിച്ചത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്ന പലരും പല പുരോഗമന ചിന്താക്കാരും ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വേദങ്ങൾ, ആ വേദങ്ങളിൽ ജാതിപരമായി ഉള്ള വാചകങ്ങളെ കാണാൻ സാധിക്കും. പക്ഷെ ആ വേദങ്ങളിൽ എവിടെയെങ്കിലും മറ്റേ നായർ സമുദായം മേൽജാതിയാണ്, ഈഴവ സമുദായം കീഴ്ജാതിയാണ് എന്ന് വേദങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന സമുദായം മേൽജാതിയാണ്, ഇന്ന സമുദായം കീഴ്ജാതിയാണ്? കാരണം സമുദായങ്ങളെല്ലാം തന്നെ അത് മേൽജാതി കീഴ്ജാതി എന്ന് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ വ്യവസ്ഥയാണ്. അപ്പോൾ കുറെ ആളുകൾ വിശ്വസിക്കുന്നു, ഇത് നമ്മൾ സ്വയം വിശ്വസിക്കുകയാണ്, ഞാനൊരു കീഴ്ജാതിയാണ്, ഞാൻ ഇവർക്കെല്ലാം വിധേയപ്പെട്ട് ജീവിക്കേണ്ട ആളുകളാണ്, അതുകൊണ്ട് എല്ലാം ഞാൻ ഇവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചോളാം. മാത്രമല്ല ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് അധികാരമില്ല, ഇതൊക്കെ ഇവർക്കാണ് ചെയ്യാൻ അധികാരം, അതുകൊണ്ട് ആ കർമ്മങ്ങളൊക്കെ അവർ ചെയ്തോട്ടെ, ഞാൻ എനിക്ക് അർഹപ്പെട്ട എനിക്ക് എന്റെ ജാതിപരമായ കർമ്മങ്ങൾ ഞാൻ ചെയ്തോളാം. ഇത് നമ്മൾ സ്വയം കരുതുന്നു. സ്വയം കൃത അനർത്ഥങ്ങളാണ്, സ്വയം കൃത പാപങ്ങളാണ് ഇതൊക്കെ, സ്വയം കൃത താപങ്ങൾ. ഗുരു എന്ത് ചെയ്തു ഇവിടെ? ഗുരു നോക്കി, ഗുരുവിന്റെ അദ്ഭുതകരമായ രീതി. ഗുരുദേവൻ ഇവിടെ ജാതിപരമായ വേർതിരിവിന്റെ മാനദണ്ഡം വൈദികമായ ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിൽ ആ ആചാരാനുഷ്ഠാനങ്ങൾ തള്ളിക്കളയാതെ അത് എല്ലാവർക്കും ചെയ്യാന്ന് പറയും. അത് എല്ലാവരും ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? പിന്നെ അതിന്റെ അധികാരത്തെ ചൊല്ലി മേൽജാതി കീഴ്ജാതി വ്യവസ്ഥ ഉണ്ടാവില്ല. ഇന്നും നമ്മുടെ സമൂഹത്തില് ഇന്നും നിശ്ചിത സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പുരോഹിത വൃത്തിക്ക് ക്ഷേത്രങ്ങളിൽ പുരോഹിത വൃത്തി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതും കൂടി പരിപൂർണമായി മാറിക്കഴിഞ്ഞാൽ, ആ ശേഷിക്കുന്നതും കൂടി പരിപൂർണമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മേൽജാതി കീഴ്ജാതി എന്നുള്ളതിന് എന്ത് മാനദണ്ഡം വെക്കും? ഭരണഘടനാപരമായിട്ട് മേൽജാതി കീഴ്ജാതി മാനദണ്ഡങ്ങളില്ല. ഇനി വേദപരമായി ചിന്തിച്ചാലും വേദങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന പല സമുദായത്തിന്റെ പേര് പോലും ഇല്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഇന്നും നമ്മുടെ മുമ്പിൽ കാണുന്ന പല സമുദായങ്ങളുടെയും ഒരു പേര് പോലും, ഒരു പരാമർശം പോലും വേദങ്ങളിലില്ല. എന്നിരിക്കെ എങ്ങനെയാണ് ഈ സമുദായം കീഴ്ജാതി, ആ സമുദായം മേൽജാതി എന്ന് പറയുന്നത്?
വൈദികമായ ഒരു മാനദണ്ഡത്തിലൂടെയും മേൽജാതി കീഴ്ജാതി നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. ഭരണഘടനാപരമായ മാനദണ്ഡത്തിലൂടെ സ്ഥാപിക്കാൻ കഴിയുന്നില്ല. പിന്നീട് സ്ഥാപിക്കുന്നത് കേവലം ആചാര അനുഷ്ഠാനങ്ങളുടെ മാനദണ്ഡം വെച്ച് മാത്രമാണ്. ഇന്നിന്ന വൈദികമായ കർമ്മങ്ങൾ ഈ സമുദായങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ, ഈ സമുദായങ്ങൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തത്വത്തിൽ ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ശേഷിക്കുന്ന രീതിയിൽ ജാതി വിവേചനം കാണും. അപ്പൊ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുന്ന, ഒരു അനുഷ്ഠാനത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന, ആ വിഷയം പഠിച്ച ഏതൊരു വ്യക്തിക്കും ഏതൊരു ആചാര അനുഷ്ഠാനങ്ങളും ചെയ്യാമെന്നിരിക്കെ അതിന് ചെയ്യാനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ മാനുഷകൃത വിഭേദജന്യ താപങ്ങളൊക്കെ ഇല്ലാതായിട്ട് മാറും, പരിപൂർണമായി ഇല്ലാതായിട്ട് മാറും. ആർക്ക് വേണമെങ്കിലും ഏത് മേഖലയിലേക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ, ഒരു വ്യക്തിയുടെ ക്വാളിറ്റി യോഗ്യത എന്താണോ ആ യോഗ്യതയ്ക്ക് അനുസരിച്ച് ആ വ്യക്തിക്ക് ആ മേഖല തുറന്നു കിട്ടും. അവന്റെ ജന്മം, അവന്റെ വർണ്ണം, അവന്റെ ഗോത്രം എന്നിവ യോഗ്യതയായി വെച്ചു കഴിഞ്ഞാൽ യോഗ്യത ഉണ്ടെങ്കിൽ കൂടി അങ്ങോട്ട് തുറന്നു കിട്ടില്ല, പ്രവേശനം തുറന്നു കിട്ടില്ല. അപ്പോ വിവേചനത്തിന്റെ മാനദണ്ഡം വാസ്തവത്തിൽ എന്താണ്? വിവേചന മാനദണ്ഡം ആ കർമ്മം ചെയ്യാൻ ഇന്ന സമുദായത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് മാനദണ്ഡം. അപ്പൊ അതിനെ പൊടിച്ചു കൊടുത്തു. ഹോമം, ആ ഹോമം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പൂജ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വൈദികമായ യാഗയജ്ഞങ്ങൾ, ക്ഷേത്രാരാധന ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതിനെ തുറന്നു കൊടുത്തുകൂടി എന്ത് സംഭവിക്കുന്നു? മാനുഷ്യവിരുദ്ധ വിഭേദജന്യ താപങ്ങൾ ഇല്ലാതായിട്ട് മാറും. മാനുഷ്യവിരുദ്ധ വിഭേദജന്യ താപങ്ങളാണ് ഇന്ന് ലോകത്തെ നശിപ്പിക്കുന്നത്. അല്ല സംസാരജന്യ താപമോ പരിച്ഛിന്ന ഭാവ ജന്യ താപമോ മനുഷ്യർക്ക് അറിയുക പോലും ചെയ്യും. നമ്മളൊരു അർത്ഥചിന്തനം ചെയ്യുമ്പോൾ, ഒരു പ്രക്രിയ പഠിക്കുമ്പോൾ ആ പ്രക്രിയക്ക് വേണ്ടി ഇത്രയും കാര്യം പറയുന്നു മാത്രമേ ഉള്ളൂ. ലോകത്തിന്റെ ദുഃഖം എന്ന് പറയുന്നത് വലിയ ശതമാനം മാനുഷ്യകൃത വിഭേദജന്യ താപമാണ്. മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ. നോക്കൂ, നമ്മുടെ തെക്കൻ കേരളത്തില് രാഷ്ട്രീയപരമായ രീതിയിൽ നമുക്ക് അത്ര പരിചിതം വരില്ല ഈ രാഷ്ട്രീയ താപത്തെ കുറിച്ച്. എന്നാൽ വടക്കോട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത് ഒരുപാട് കുറവാണ്. പണ്ട് കാലത്ത് 10-15 വർഷം മുമ്പ് വരെ വടക്കൻ മലബാറിലൊക്കെ പാർട്ടി ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഓരോ പാർട്ടിക്കും ഓരോരോ ഗ്രാമം ഉണ്ടാവും, എല്ലാ പാർട്ടിക്കും. ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾ പരിപൂർണമായിട്ടും പാർട്ടിക്ക് വിധേയപ്പെട്ട് അവരുടെ മതമായിട്ട് തന്നെ പാർട്ടിയെ മനസ്സിലാക്കി അങ്ങനെ ജീവിക്കും. രണ്ട് പാർട്ടി ഗ്രാമങ്ങൾ, ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒരു പാർട്ടിക്ക് സ്വാധീനം, മറ്റൊരു പാർട്ടി ഗ്രാമത്തിൽ വേറൊരു പാർട്ടിക്ക് സ്വാധീനം. ഈ രണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ ബോർഡർ പ്രദേശമുണ്ട്, അതിർത്തി പ്രദേശം. അവിടെയാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് നോക്കൂ, മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങളാണ്. രാഷ്ട്രീയമായിട്ട് ഞങ്ങളൊക്കെ ഇന്ന രാഷ്ട്രീയക്കാർ, അവരൊക്കെ വേറെ രാഷ്ട്രീയക്കാർ. അതിന്റെ ഫലമായിട്ട് മനുഷ്യൻ വിവേചനത്തെ അനുഭവിക്കുന്നു. ഞങ്ങൾ ഇന്ന സമുദായക്കാർ, അവർ മറ്റു സമുദായക്കാർ. അതിന്റെ ഫലമായിട്ട് ആ സംഘർഷത്തിൽ നിന്നും താപത്തെ അനുഭവിക്കുന്നു. ഞങ്ങൾ ഇന്ന മതക്കാർ, മറ്റുള്ളവർ മറ്റു മതക്കാർ. അതുകൊണ്ട് അതിന്റെ ഫലമായിട്ടുള്ള സംഘർഷത്തിൽ നിന്നും താപം അനുഭവിക്കുന്നു. ഇങ്ങനെ ജാതി, മത, വർഗ, വർണ്ണ താപങ്ങൾ മനുഷ്യനുണ്ടാക്കി. അതുകൊണ്ട് മാനുഷകൃത വിഭേദജന്യ താപം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംസാര താപമായിട്ട് മനസ്സിലാക്കും. അപ്പൊ സംസാര താപം എന്നുള്ളതിന്റെ സംസാരം എന്താണെന്നും ആ സംസാരത്തിൽ നിന്ന് എപ്രകാരം ഏതൊക്കെ പ്രകാരത്തിലുള്ള താപങ്ങൾ ജനിക്കുന്നു എന്നും നമ്മൾ ഈ രണ്ട് പ്രകാരത്തിലുള്ള ചിന്തനത്തിലൂടെ ചിന്തിച്ചു. ഇനി അതിനെ എങ്ങനെയാണ് ശമിപ്പിക്കുന്നത്? ഒരു മഹാത്മാവ് നമ്മെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഇപ്രകാരമുള്ള സംസാര താപത്തെ എങ്ങനെ ശമിപ്പിക്കും? ഗുരുവിന്റെ ജീവിതം ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ മഹനീയമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. സംസാര താപത്തെ ഗുരുദേവൻ എങ്ങനെ ശമിപ്പിക്കുന്നു? അല്ലെങ്കിൽ ഒരു മഹാപുരുഷൻ, അവതാര പുരുഷൻ സംസാര താപത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നു? പറയുന്നു, അത് 3 പ്രകാരത്തിൽ. ഒന്ന് ആധ്യാത്മികമായ ശമനമാണ്. നമ്മൾ താപത്തിന്റെ നിരവധി അർത്ഥങ്ങളെ പഠിച്ച കൂട്ടത്തിൽ ഈ എല്ലാ താപങ്ങളെയും നമുക്ക് 3 പ്രകാരത്തിലാക്കി മാറ്റിയാൽ ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം എന്നീ 3 പ്രകാരത്തിലാക്കി മാറ്റാം. നമ്മുടെ മാനസികമായി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ ദുഃഖങ്ങളെയും നമുക്ക് ആധ്യാത്മികമായ ദുഃഖം എന്ന് പറയാം. അതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഭൂതങ്ങൾ, ആളുകൾ, മനുഷ്യർ, മറ്റു പ്രാണികളൊക്കെ നമുക്ക് തരുന്ന പീഡത്തെ, ദുഃഖത്തെ, താപത്തെ ആദി ഭൗതിക താപം എന്ന് പറയാം. അതേപോലെ തന്നെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, മഴ, പേമാരി, വരൾച്ച തുടങ്ങിയ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നമുക്ക് തരുന്ന ദുഃഖത്തെ, താപത്തെ എന്ത് പറയും? ആദി ദൈവികം എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് താപങ്ങൾ, ഈ ഒരുപാട് താപങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ 3 പ്രകാരത്തിൽ എല്ലാ താപങ്ങളും ഈ 3 പ്രകാരത്തിൽ വരുന്നു. ആദി അധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. ഇവയെ എന്തു പറയുന്നു? ഇവയെ ത്രിവിധ താപങ്ങൾ എന്ന് പറയും.
അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മന്ത്രങ്ങളും അവസാനം 3 തവണ ശാന്തി ഉച്ചരിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി, ഓം ശാന്തി 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 എന്ന് പറഞ്ഞാൽ ഈ 3 പ്രകാരത്തിലുള്ള ലോകത്തെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ താപങ്ങളെയും ഈ 3 പ്രകാരത്തിലേക്ക് വിഭജനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ 3 പ്രകാരത്തിലുള്ള താപങ്ങൾ ഇല്ലാതാകട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ താപങ്ങളും ഇല്ലാതാകട്ടെ എന്നാണ്. ഈ 3 പ്രകാരത്തിലുള്ള താപങ്ങളെ, ഈ താപങ്ങളെ ശമിപ്പിക്കുന്ന ഒരു മഹാത്മാവ്, അവതാര പുരുഷൻ എങ്ങനെ ഇല്ലാതാക്കുന്നു? പറയുന്നു, ഒന്നാമത്തെ കാര്യം, അജ്ഞാനജന്യ താപസ്യ മൂലമുദ്ധായ ബ്രഹ്മാത്മൈക്യ ദർശനേന ജീവം അഖണ്ഡാനന്ദാവസ്ഥായം സ്ഥാപയതി സ ശമനഃ. നമ്മളിൽ അജ്ഞാനജന്യ താപം മൂലം ഉണ്ടായിരിക്കുന്ന ദുഃഖങ്ങൾ, അല്ലെങ്കിൽ അജ്ഞാനജന്യമായി ഉണ്ടായിരിക്കുന്ന ദുഃഖങ്ങൾ, ഈ ദുഃഖങ്ങളിൽ നിന്ന് മറികടക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അറിവിനെ പകർന്നു കൊടുക്കുക. എന്താണ് അറിവ്? അറിവ് നീയും ഞാനും ഞെരുക്കെ കലരുവതിന് അരുൾ തന്മയാം നിന്നടിത്താർ തേനിൽ തൂകുന്ന മുത്തുക്കുടം അടിയനടക്കിയൊരു മച്ചിൽ കൊഴുന്തേ. ഇതാണ് അറിവ്. സ്വാമി തൃപ്പാദങ്ങൾ എഴുതിയ മനോഹരമായ കൃതിയാണ്, കൃതിയിലെ ശ്ലോകങ്ങളാണ്. അതായത് എല്ലാ ദുഃഖത്തിന്റെയും അടിസ്ഥാനം ആ പരിപൂർണനായ സത്ത, ഈശ്വര സത്ത ഇനിയിൽ നിന്ന് ഭിന്നമാണ് എന്നുള്ള അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. അപ്പൊ എന്നെയും ആ പരിപൂർണമായ സത്യത്തെയും നീയും ഞാനും ഞെരുക്കെ കലരുവതിന്, ഞെരുക്കെ മീൻസ് ഒന്നായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ നീയും ഞാനും ഉണ്ട്, പക്ഷെ അത് ഒന്നായിട്ട് മാറുന്നതിനുള്ള മുത്തുക്കുടം അടിയനടക്കിയൊരു മച്ചിൽ കുടന്തേ. ഒരു ഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ നിന്ന്, ആ ഭഗവാൻ തൃപ്പാദങ്ങളിൽ നിന്ന് ഊറി വന്ന ആ അമൃത് ശേഖരിച്ചിരിക്കുന്ന മുത്തുക്കുടം എനിക്ക് നൽകാം. എന്തിനു നൽകണം? എനിക്കും നിനക്കും ഒന്നായിട്ട് മാറുക. അപ്പൊ അജ്ഞാനജന്യം എന്ന് പറഞ്ഞാൽ ഞാനും ഈശ്വരനും ബ്രഹ്മവും എല്ലാം ഭിന്നമാണെന്നുള്ള അജ്ഞാനത്തെ മാറ്റുവാൻ അറിവ് വേണം. എന്താണ് അറിവ്? ബ്രഹ്മാത്മൈക്യ ദർശനമാണ്, അദ്വൈതമാണ്. ബ്രഹ്മ ആത്മ ഇവ തമ്മിൽ യാതൊരു ഭിന്നതയും. ജീവബ്രഹ്മാത്മൈക്യമാകുന്ന ആ അറിവിനെ നൽകി നമ്മുടെ അജ്ഞാനജന്യമായ സകല സംസാര താപത്തെയും ശമിപ്പിക്കുന്നു. അവൻ ശമനൻ, അത് ഗുരുദേവൻ എന്ന് പറയുന്നു. ആരാണോ ഏകത്വ ദർശനം നൽകി, ജീവബ്രഹ്മാത്മൈക്യ ദർശനം നൽകി നമ്മുടെ അജ്ഞാനജന്യമായിരിക്കുന്ന സകല താപങ്ങളെയും ശമിപ്പിക്കുന്നത്, അങ്ങനെയുള്ള സംസാര താപ ശമനായ ഗുരുവിനായിക്കൊണ്ട് എന്റെ നമസ്കാരം. അപ്പോൾ ഇത് സംസാര താപ ശമനത്തിന്റെ ഒന്നാമത്തെ ഒരു താല്പര്യമാണ്. അജ്ഞാനജന്യ താപസ്യ മൂലമുദ്ധായ ബ്രഹ്മാത്മൈക്യ ദർശനേന ജീവം അഖണ്ഡാനന്ദാവസ്ഥായം സ്ഥാപിക്കും. ഈ രണ്ടാമത്തെ ഒരു താല്പര്യം എന്ന് പറയുന്നത് മാനസികമായിരിക്കുന്ന ശമനമാണ് എല്ലാ വ്യക്തിയിലും. കാരണം ഈ അജ്ഞാനജന്യ താപത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ആധ്യാത്മികമായ അന്വേഷണപരമാണ്, ആധ്യാത്മികമായ ജിജ്ഞാസ വേണം. അപ്പം ദുഃഖങ്ങളുടെ താത്കാലികമായ ഒരു അറുതിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണോ ആഗ്രഹിക്കുന്നത്? എന്തിനപേക്ഷിച്ചിരിക്കും ഗുരുദേവൻ ഇപ്രകാരം നമ്മുടെ ദുഃഖത്തെ ശമിപ്പിക്കുവാൻ നിമിത്തമായി തീരുന്നത്? അപ്പൊ താൽക്കാലികമായ ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആ ദുഃഖങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ ഈശ്വരന് അഭയം പ്രാപിക്കുന്നു. ഈശ്വരൻ നമ്മുടെ ദുഃഖത്തെ മാറ്റി തരുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ ഉപായത്തിലൂടെ ആ ദുഃഖത്തെ മാറ്റുന്നു. പക്ഷെ അജ്ഞാനജന്യമായിരിക്കുന്ന ആ ദുഃഖത്തെ മാറണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം ആത്യന്തിക ദുഃഖ നിവൃത്തിയാകണം. എനിക്കിങ്ങനെ ഒന്നോ രണ്ടോ ദുഃഖം മാറിയാൽ പോരാ. ഒന്നോ രണ്ടോ ദുഃഖം മാറിക്കഴിഞ്ഞാൽ വീണ്ടും പല ദുഃഖങ്ങളും വരും. അതുകൊണ്ട് ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ള ഒരു താല്പര്യം, എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, സ്വാമിൻ വദത്വം പ്രഭോ എന്ന് ഗുരു പറഞ്ഞ പോലെ, അല്ലയോ സ്വാമി എന്ന് പറഞ്ഞു തരൂ, കോഹം ഉദോസ്മിൻ ജഗതഃ ഇതം ജഗതഃ ഉദ, ഈ ലോകം ഇവിടുന്ന് വന്നു എന്നുള്ള ചോദ്യങ്ങളിലൂടെ എൻ്റെ ആത്യന്തികമായ ദുഃഖം ഇല്ലാതാക്കണമെങ്കിൽ ആ ജിജ്ഞാസ നമ്മൾ ജനിക്കണം. അതെല്ലാ മനുഷ്യരിലും സാധ്യമല്ല. അത് വളരെ കുറച്ച് ആൾക്ക് മാത്രമേ ആത്യന്തിക ദുഃഖത്തെ നിവൃത്തി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിക്ക് അജ്ഞാനജന്യമായിരിക്കുന്ന എല്ലാ താപത്തെയും ഗുരുദേവൻ ഇല്ലായ്മ ചെയ്തു കൊടുക്കും. പക്ഷെ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും മനുഷ്യർക്ക് ഒരുപാട് മാനസികമായ പീഡകൾ അനുഭവിക്കുന്നു. ഇപ്പൊ രാഗദ്വേഷ മോഹാത്മകാനാം ഇന്ദ്രിയ വിക്ഷോഭാണാം പ്രവാഹം പ്രതിഹത്യ യോഗബലേന ചിത്തവൃത്തി നിരോധയതി സശമനഃ എന്നൊരു താല്പര്യം. അതായത് നമ്മുടെ ഉള്ളില് രാഗദ്വേഷങ്ങള്, അതേപോലെ മോഹങ്ങൾ, തെറ്റിദ്ധാരണകള്, ഇന്ദ്രിയ വിക്ഷോഭങ്ങള്, ഇങ്ങനെയൊക്കെ ഒരുപാട് നിരന്തരമായ മാനസിക സംഘർഷങ്ങൾ ഉള്ളിലുണ്ട്. ആ മാനസിക സംഘർഷങ്ങളാൽ നാം അനുഭവപ്പെടുന്ന ദുഃഖത്തെ
യോഗബലത്തിലൂടെയും സാധനാബലത്തിലൂടെയും ഇല്ലായ്മ ചെയ്യാൻ ഗുരുദേവൻ വഴി കാണിച്ചു തരും. അപ്രകാരമാരാണ് ഗുരുദേവൻ സംസാര താപശമനനാണെന്ന് പറയുന്നത്. ആദ്യത്തേത് ആത്യന്തിക ദുഃഖ നിവൃത്തിക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരാൾക്ക് അജ്ഞാനജന്യമായിരിക്കുന്ന താപം ഇല്ലായ്മ ചെയ്യാൻ ബ്രഹ്മാത്മൈക്യ ദർശനത്തിന് വഴി കാണിച്ചു കൊടുക്കും. രണ്ടാമത്തത് മാനസിക പീഡ അനുഭവിക്കുന്ന എല്ലാവർക്കും അവരുടെ മാനസികമായ സംഘർഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് യോഗബലവും സാധനാനുഷ്ഠാന ഫലത്തെയും പ്രദാനം ചെയ്യും. ഇനി ഒരു സമാജം എന്ന രീതിയിൽ ഒരു സമൂഹം എന്ന രീതിയിൽ മുഖ്യമായിട്ടും എല്ലാവരും അനുഭവിക്കുന്ന താപം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാനുഷകൃത വിഭേദ ജന്യ താപമാണ്. ആ മാനുഷകൃത വിഭേദ ജന്യ താപത്തെ വർഗവർണാദിഭി സമൂലം ഉന്മൂലയ സർവേഷു മാനുഷേഷു മൈത്രീം ശാന്തിം ച പ്രസാരയതേ സ ശമനഃ എന്നർത്ഥം. വർഗവർണാദിഭി മനുഷ്യനുണ്ടാക്കിയ ജാതിമത വർഗവർണ്ണ ചിന്തകളിൽ നിന്ന് ഉത്പന്നമായ താപത്തെ സമൂലം ഉന്മൂലയ എല്ലാ പ്രകാരത്തിലും ഉന്മൂലനം ചെയ്ത് സർവേഷു മാനുഷേഷു എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യരിലും മൈത്രിയെയും ശാന്തിയെയും പകർന്നു കൊടുക്കുന്നത് ഗുരുദേവൻ. അതുകൊണ്ട് ഗുരുദേവൻ ആരാണ്? സംസാര താപ ശമനൻ എന്ന് പറയുന്നത്. അത് മനുഷ്യനുണ്ടാക്കിയ താപമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത്. ആ മനുഷ്യനുണ്ടാക്കിയ താപത്തെ ഇല്ലായ്മ ചെയ്യാൻ ഗുരു മഹനീയമായൊരു ദർശനം ലോകത്തിന് നൽകിയിട്ടുണ്ട്. ഇതേ ഗുരു പുഷ്പാഞ്ജലി അർച്ചനയിൽ നമ്മൾ ആ ദർശനത്തെ കുറിച്ച് സന്ദർഭാനുസാരണം പഠിക്കും. അതേപോലെ തന്നെ ഗുരുവിന്റെ കൃതിയിലെല്ലാം നമുക്ക് ആ ദർശനത്തെ കാണാൻ സാധിക്കും. എന്താണ് ഗുരുദേവൻ ഉണ്ടാക്കിയ ഈ മാനുഷകൃത താപത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള, ശമിപ്പിക്കാനുള്ള ദിവ്യൌഷധം? അത് ഏകത്വ ദർശനമാണ്. ഇപ്പൊ ഗുരുവിന്റെ മുഴുവൻ ദർശനത്തെ നമ്മൾ ഒരു 3 വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഏകജാതി ദർശനം, ഏക മതദർശനം, ഏകദൈവ ദർശനം. ഇതിനു മുമ്പുള്ള പല ക്ലാസ്സുകളിൽ നമ്മൾ ഈ വിഷയത്തെ വിസ്തരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് ഗുരുപുഷ്പാഞ്ജലി അർച്ചനയിലെ പല മന്ത്രങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എങ്കിലും ഒരു ആമുഖമായിട്ട് പറയാം, ഇവിടെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ജാതികൾ നിലനിൽക്കുന്നു, സമുദായങ്ങൾ നിലനിൽക്കുന്നു, വ്യത്യസ്തങ്ങളായ മതങ്ങൾ നിലനിൽക്കുന്നു, വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു, വ്യത്യസ്തങ്ങളായ അനവധി മാനുഷകൃതങ്ങൾ നിലനിൽക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെ ഹനിക്കാൻ കഴിയില്ല. ദുഃഖത്തിന് ഹേതുവായിരിക്കുന്ന ഒരു വസ്തു, ആ ഹേതുവായിരിക്കുന്ന വസ്തു നമുക്ക് ദുഃഖമുണ്ടെന്ന് കരുതാം. ആ ദുഃഖം നമ്മൾ ജനിപ്പിക്കുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു വസ്തുവാണ്. നമുക്കറിയാം ഇവനാണ്, ഇവളാണ്, അല്ലെങ്കിൽ ഈ വസ്തുവാണ് ഇതിന് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ഒന്നുകിൽ ആ വ്യക്തിയിൽ നിന്ന് വസ്തുവിന് നമ്മൾ ദൂരെ മാറിപ്പോകാം, അല്ലെങ്കിൽ ആ വസ്തുവിനെ ഇല്ലാതാക്കാം. ആ വസ്തുവിനെ ഇല്ലാതാക്കിയാൽ ഇല്ലാതാക്കിയതിന് അനന്തര ദുഃഖം വീണ്ടും അനുഭവിക്കും. പക്ഷെ താൽക്കാലികമായിട്ട് നമുക്ക് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാം, നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇതേ ലോജിക്ക് ഇവിടെ മാനുഷകൃതമായ ദുഃഖത്തെ മാറ്റാൻ നമുക്ക് ഇതേ ലോജിക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. മനുഷ്യനുണ്ടാക്കിയ ജാതി മത വർഗ വർണ്ണങ്ങളെ അങ്ങ് ഇല്ലാതാക്കി കളയാം, അത് നശിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. കാരണം എന്താണ്? ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എത്രയോ സഹസ്രാബ്ദങ്ങളുടെ എത്രയോ ആളുകളുടെ തപസ്സും ത്യാഗവും ഓരോ ദർശനത്തിന്റെയും ഓരോ മതത്തിന്റെയും പുറകിലുണ്ട്. പൊരുതു ജയിപ്പത് അസാധ്യമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഒരു മതത്തിന് മറ്റൊരു മതത്തെ പൊരുതി ജയിക്കാമെന്ന് കരുതിയാൽ അത് അസാധ്യമാണ്, അത് സാധിക്കില്ല. കാരണം എന്താണ്? ഇതൊക്കെ നിസ്സാരമല്ല. എത്രയോ നൂറ്റാണ്ടുകളുടെ എത്രയോ യോഗി വര്യന്മാരുടെ, പ്രവാചകന്മാരുടെ, വലിയ വലിയ മഹാത്മാക്കളുടെ തപസ്സും ത്യാഗവുമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓരോ മതവും. ആ തപസ്സിന്റെയും ത്യാഗത്തിന്റെയും വലിയ ഫലം, വലിയ ശക്തി, കരുത്തുണ്ട്. അപ്പൊ എന്റെ മതദർശനത്തിന് വിരുദ്ധമാണ് ഈ മതം, അതുകൊണ്ട് ആ മതത്തെ ഇല്ലാതാക്കി കളയാമെന്ന് കരുതിയാൽ മതം ഇല്ലാതാകുന്നു. നമ്മുടെ ഭാരതത്തിൽ നോക്കൂ, ഭാരതത്തിൽ സനാതനമായി നിലനിൽക്കുന്ന ഒരു സനാതന ധർമ്മമുണ്ട്. നമുക്കതിനെ ഹിന്ദു ധർമ്മം എന്നൊക്കെ പറയും. എത്ര ആയിരം വർഷങ്ങളായി ആഭ്യന്തരവും ബാഹ്യവുമായിട്ട് എത്രമാത്രം വലിയ ആക്രമണങ്ങൾ നേരിട്ടു. ബാഹ്യമായിട്ട് ഒരുപാട് മുഗളന്മാർ ഉൾപ്പെടെ ഒരുപാട് പേര് വന്നു, ഹൂണന്മാർ, ശകന്മാർ, മുഗളന്മാർ, ഒരുപാട് പേര് വന്നു ഇവിടെ ആക്രമണം നടത്തി അവരുടെ ഭരണം, അവരുടെ രാജ്യം സ്ഥാപിച്ചു. എന്നിട്ട് പോലും ഹിന്ദുമതം ഇന്നും നിലനിൽക്കുന്നില്ല. ഇനി ആഭ്യന്തരമായി നോക്കൂ, ആഭ്യന്തരമായി ഹിന്ദുമതത്തോളം ഇത്രയും ആക്രമണം സ്വയം മീൻസ് ആഭ്യന്തരമായി ഉള്ളിൽ നടന്ന മറ്റൊരു മതമുണ്ട്. ചാതുർവർണ്ണത്തെ ചൊല്ലി ജാതിപരമായിട്ട് രൂക്ഷമായ സംഘർഷങ്ങൾ, ജനലക്ഷങ്ങള് മേൽജാതി കീഴ്ജാതി എന്ന് പറഞ്ഞ് വിഘടിച്ച് അങ്ങനെ രൂക്ഷമായ ആഭ്യന്തര കലാഹം ഉണ്ടായിട്ട് കൂടിയും അതിനെയൊക്കെ സ്വയം പരിഷ്കരിച്ച് ആ പരിഷ്കരണം പൂർണ്ണത്തിലെത്തി നമ്മളാരും പറയുന്നില്ല. പക്ഷേ
സ്വയം പരിഷ്കരിച്ച് അതിനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. എന്നുള്ള ഈ നിലയിൽ എത്തിയില്ലേ? എത്രയോ പരിഷ്കരിച്ച് എത്തിയില്ലേ? അല്ലാതെ അന്ന് ഉണ്ടായിരുന്ന ആചാരങ്ങളെ സത്യമാണെന്ന് കരുതി നമ്മൾ ആരെങ്കിലും ജീവിച്ചു ഇല്ല. ഇതിന്റെ ഉള്ളിൽ നിലനിന്നുകൊണ്ട് തന്നെ, പുറത്തേക്ക് പോകാതെ ഉള്ളിൽ നിലനിന്നുകൊണ്ട് തന്നെ പരിഷ്കരിച്ച് ഈ ധർമ്മ വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ ഒരാൾ വന്ന് പറയാണ്, നാളെ ഒന്ന് വന്ന് ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റി ഹിന്ദുമതത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് ആരെങ്കിലും സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മിഥ്യാധാരണ മാത്രമാണ്. ഇല്ലാതാക്കാൻ കഴിയുമോ? അനേകായിരം ലക്ഷക്കണക്കിന് യോഗിവര്യന്മാരുടെ തപസ്സും ത്യാഗവും ഈ ധർമ്മത്തിന് പുറകിലുണ്ട്. അങ്ങനെ ഓരോ ധർമ്മവും, ഓരോ മതത്തിന്റെ പുറകിലും ത്യാഗസമ്പന്നരായ അനേകം സമ്പ്രദായ പ്രവർത്തകന്മാരുണ്ട്. അതുകൊണ്ട് മതങ്ങളെ ഇല്ലാതാക്കി മതങ്ങൾ ഉണ്ടാക്കിയ താപത്തെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തരമാണ്. അത് സാധിക്കില്ല. പൊരുത് ജയിപ്പത് അസാധ്യം തന്നെ. ഗുരുദേവൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് വഴി? ഇനി വഴി എന്ന് പറയുന്നത് മതങ്ങൾ നിലനിൽക്കണം. എല്ലാ സമുദായ മതങ്ങളും നിലനിൽക്കണം. പക്ഷെ അവ തമ്മിൽ സംഘർഷം ഉണ്ടാകണം. സംഘർഷം ഉണ്ടാകും ഉറപ്പായി. എന്തുകൊണ്ട്? കാരണം ഓരോ വിശ്വാസ പ്രമാണങ്ങളും വൈരുദ്ധ്യമാണെന്ന് മാത്രമല്ല, ഒരു വിശ്വാസം മറ്റ് വിശ്വാസ പ്രമാണത്തെ ഇല്ലാതാക്കാനും പറയുന്നത്. ചില മതവിശ്വാസങ്ങൾ പറയുന്നത് അവരുടെ മതം മാത്രം മതി, ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും ഇത് വാദികൾ ആരും ഓർക്കുകയില്ല. പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യം ഇങ്ങ ശേഷം എന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടർ പറയുന്നു ഞങ്ങളുടെ മതം മാത്രം മതി, ഞങ്ങൾക്ക് വിരുദ്ധമായി എല്ലാ മതങ്ങളെയും അങ്ങോട്ട് ഇല്ലാതാക്കണം. ഒന്നുകിൽ തോക്ക് ചൂണ്ടി നീ എന്റെ മതത്തിലേക്ക് വരുമെന്ന് പറയുക, വന്നിട്ടില്ലെങ്കിൽ അവനെ ഇല്ലാതാക്കുക. അപ്പൊ ഇതിലൂടെ എന്റെ മതത്തെ മാത്രം വ്യാപിപ്പിക്കുന്നത് കൊണ്ട് മാനുഷ്യകൃത വിഭേദജന്യമായ താപം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഭേദങ്ങളില്ലല്ലോ അവിടെ. എന്റെ മതം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു മതം ആകുവതിനുരപ്പതെല്ലാവരും ചെയ്യുന്നത് അബദ്ധമാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഒരു മതം എന്ന് ഗുരു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അവിടെ ഒരു മതത്തെ പറയുന്നുണ്ടെങ്കിലും ഒരു മതമാക്കാൻ വേണ്ടി ഒരു മതം എന്റെ മതം ഏകമതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തികൾ ഈ ഒറ്റ ശ്ലോകത്തിലുള്ള ഗുരുദേവൻ തള്ളിക്കളയുന്നു. അപ്പൊ മതങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ മതത്തെ ഏകമതമാക്കിയത് കൊണ്ടോ മാനുഷ്യകൃത വിഭേദജന്യ താപം ഇല്ലാതാകുന്നില്ല. മറിച്ച് എല്ലാ മതങ്ങളും എല്ലാ സമുദായങ്ങളും എല്ലാ ദർശനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഇവിടെ വേണം. അവരെല്ലാവരും ഇവിടെ നിലനിർത്തിക്കൊണ്ടും അവർ തമ്മിൽ പരസ്പരം ഐക്യവും സ്നേഹവും ഉണ്ടാകാൻ വേണ്ടി ഗുരുദേവൻ അവതരിപ്പിച്ച ദിവ്യമായ ഒരു ദർശനമാണ്. ആ ദർശനം ലോകാത്ഭുതമാണ്. ലോകത്തിൽ ഇന്നോളം ഒരു മഹാത്മാവും ഈ രീതിയിൽ ഒരു ദർശനത്തെ അവതരിപ്പിച്ചിട്ടില്ല. അതിന്റെ പേരാണ് ഏകത്വ ദർശനം. അതായത് ഏകജാതി ദർശനം, ഏക മതദർശനം, ഏകദൈവ ദർശനം. ഈ ഏകജാതി ദർശനം, ഏക മതദർശനം, ഏകദൈവ ദർശനം എന്നതിലൂടെ മാനുഷകൃതങ്ങളായ എല്ലാ താപങ്ങളെയും ഗുരുദേവൻ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഗുരുദേവൻ ആരാണ്? സംസാര താപശമനനാണ്. അപ്പൊ ഇപ്രകാരം നമ്മുടെ ആധ്യാത്മികമായ രീതിയിൽ അജ്ഞാനജന്യമായ താപത്തെ ആത്മവിദ്യയിലൂടെ ഇല്ലാതാക്കുന്നു. മാനസികമായ സംഘർഷത്തെ സാധനാനുഷ്ഠാനങ്ങൾ, യോഗ അനുഷ്ഠാനങ്ങൾ പ്രധാനം നൽകി അവയെ ഇല്ലാതാക്കുന്നു. ഏറ്റവും പ്രധാനമായ മാനുഷ്യകൃത താപങ്ങളെ ഏകജാതി ദർശനം, ഏക മതദർശനം, ഏകദൈവ ദർശനം എന്ന ഏകത്വ ദർശനത്തിലൂടെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഗുരുദേവൻ ആരായി? സംസാര താപശമനായി. അപ്പൊ എന്താണ് ഈ ഏകത്വ ദർശനം ഉള്ളത്? ഏകത്വ ദർശനം എന്നുള്ളത് നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന ഗുരുപുഷ്പാഞ്ജലി അർത്ഥങ്ങളിൽ സന്ദർഭം അനുസരിച്ച് നമുക്ക് അവിടെ പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഗുരുദേവനായിക്കൊണ്ട്, എങ്ങനെയുള്ള ഗുരുദേവൻ? സംസാര താപത്തെ ശമിപ്പിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് എന്റെ നമസ്കാരം. ഓം സംസാര താപശമനായ നമഃ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഉപസംഹരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.